എല്ലാവർക്കും സ്വാഗതം. കേരള എൻജിഒ നടത്തുന്ന കേരള സർവീസ് റൂളിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവസാനം ഏൺ ലീവിനെ സംബന്ധിച്ചാണ് തുടങ്ങി വെച്ചത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ലീവ് എന്നത് ഒരു അവകാശമല്ല. ഇറ്റ്സ് നോട്ട് എ റൈറ്റ് ഓഫ് ആൻ എംപ്ലോയി. ലീവിനെ പഠിക്കുന്നത്, കേരള സർവീസ് റൂളിന്റെ ഭാഗമായിട്ട് ലീവിനെ പഠിക്കുന്നത് KSRന്റെ വോളിയം 1 പാർട്ട് 1 64 റൂളുകളാണ് ഇതിലുള്ളത്. 61 മുതൽ 124 വരെ വരുന്ന റൂളുകളാണ് ലീവിന്റെ ഭാഗമായിട്ട് നമുക്ക് പഠിക്കേണ്ടത്. അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ലീവിനെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാം, രണ്ടായിട്ട് തരംതിരിക്കാൻ നോക്കാം. രണ്ട് തരം വേർതിരിവുകളുണ്ട്: ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവും, സാധാരണ ലീവും പ്രത്യേകതരം, സാധാരണ അവധികളും പ്രത്യേകതരം അവധികളും. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഈ അവധികളെല്ലാം കൂട്ടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ, ചേർത്തെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കലണ്ടർ ഇയറിൽ, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ, അല്ലെങ്കിൽ ഒരു ജീവനക്കാരന്, ഒരു അധ്യാപകന് 600-ൽ പരം, ഏകദേശം 700-ൽ താഴെ ലീവുകളാണ് നമുക്ക് നിയമത്തിന്റെ ഭാഗമായിട്ട് അനുവദനീയമായി. അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓർഡിനറി ലീവും സ്പെഷ്യൽ ലീവുമാണ് രണ്ട് വേർതിരിവുകൾ. അതിൽ ആദ്യത്തെ ഇനം ഓർഡിനറി ലീവ്. ഓർഡിനറി ലീവിനെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചു: ഏൺ ലീവ് അഥവാ ആർജിത അവധി, ഹാഫ് പേ ലീവ്, SPL അഥവാ ഹാഫ് പേ ലീവ്, ലീവ് വിത്തൗട്ട് അലവൻസ് അഥവാ LWA ശൂന്യവേതന അവധി. ഈ 3 ലീവുകളാണ് ഓർഡിനറി ലീവിൽ വരുന്നത്. ഓർഡിനറി ലീവിലെ രണ്ടാമത്തെ തരം അവധിയായ ഹാഫ് പേ ലീവ് ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. ആ 3 തരങ്ങൾ വിശദമായി പിന്നീട് പറയും. 3 തരങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 3 തരമായിട്ട് നമ്മൾ തിരിക്കുന്നു: ഹാഫ് പേ ലീവ് എന്നും, കമ്മ്യൂട്ടർ ലീവ് എന്നും, ലീവ് നോട്ട് ഡ്യൂ എന്നും, SPL, CML, LND. അങ്ങനെ 3ആയിട്ട് നമ്മൾ ഹാഫ് പേ ലീവിനെ ഉപയോഗിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നു. ഓർഡിനറി ലീവിലെ ആദ്യ ഇനം ലീവായ ഏൺ ലീവ് നമ്മൾ തുടങ്ങി വെച്ചു. ഏൺ ലീവ് ഒരു ഉദാഹരണ സഹിതമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഏൺ ലീവ്, ഹാഫ് പേ ലീവും ലീവ് വിത്തൗട്ട് അലവൻസും നമ്മുടെ സർവീസ് ബുക്കിന്റെ പ്രത്യേക പേജുകളിൽ, സർവീസ് ബുക്കിന്റെ അവസാന പേജുകളിൽ നിശ്ചിത പേജുകളിലായിട്ട്, ഓരോന്നിനും നിശ്ചിത പേജുകളിലായിട്ട് എഴുതപ്പെടുന്നതാണ്, അക്കൗണ്ട് ചെയ്യപ്പെടുന്നതാണ്. ലീവ് വിത്തൗട്ട് അലവൻസിന് ഒരു പ്രത്യേക സീക്വൻസിൽ വരുന്ന ഒരു നമ്പർ ഓഫ് ലീവ് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അത് എടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇത്ര എണ്ണം നമ്മൾ ഉപയോഗിക്കുക. അതിനൊരു സീക്വൻസ് എന്ന് പറയാൻ കഴിയില്ല, പറയില്ല. എന്നാൽ ഹാഫ് പേ ലീവിന്റെ കാര്യത്തിലും ഏൺ ലീവിന്റെ കാര്യത്തിലും അങ്ങനെയല്ല. അതൊരു വർഷത്തിന്റെ കണക്കിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതാണ്. ഞാൻ അതിനു മുമ്പായിട്ട് പറഞ്ഞു, നമ്മൾ പലതരം വർഷങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ട്, അറിയാവുന്നതാണ് നമുക്ക്. അത് കലണ്ടർ ഇയർ ആയിട്ട് അറിയാം, ധനകാര്യ വർഷം ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് അറിയാം, സ്കൂൾ ഇയർ ആയിട്ട് നമുക്കറിയാം. 1/1 തുടങ്ങി 31/12 തീരുന്ന കലണ്ടർ ഇയർ, 1/4 തുടങ്ങി 31/3 തീരുന്ന ഫിനാൻഷ്യൽ ഇയർ, 1/6 തുടങ്ങി 31/3 തീരുന്ന ഒരു സ്കൂൾ വർഷം. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അറിവുള്ളതാണ്. എന്നാൽ ജീവനക്കാരന് വേണ്ടി, അധ്യാപകന് വേണ്ടി, സർവീസിൽ വരുന്ന ഓരോരുത്തർക്കും വേണ്ടി ഒരു പ്രത്യേക വർഷം
നമുക്ക് അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഒരു സർവീസ് ഇയർ, എവിടെ തുടങ്ങുന്നു ഒരു സർവീസ് ഇയർ? അപ്പോഴാണ് നമ്മൾ FN AN എന്നതിനെ പറ്റി അറിയേണ്ടത്. നമുക്കൊക്കെ അറിയാവുന്ന എന്താണ് FN, എന്താണ് AN എന്നൊക്കെ നമ്മൾ അറിയാവുന്നതാണ്, നമുക്ക് അറിയാവുന്നതാണ്. രാവിലേക്ക് പറയുന്നത് നമ്മൾ FN എന്നും ഫോർനൂൺ എന്നും, ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ ആഫ്റ്റർനൂണും, പൂർവാഹ്നം എന്നും അപരാഹ്നം എന്നും നമ്മൾ വിളിക്കുന്നു. ഒരു ആൾ സർവീസിലേക്ക് വരുന്ന ദിവസം, സർവീസിൽ വരുന്നത് ഒരു FN ആയിരിക്കണം. നമ്മൾ രാവിലെയാണ് സർവീസിലേക്ക്, നമുക്ക് അപ്പോയിൻമെന്റ് ഓർഡറൊക്കെ കിട്ടി, അതുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതം നമ്മൾ വന്നിട്ട് ഓഫീസിൽ ജോയിൻ ചെയ്യുന്നത്, ജോലിയിൽ പ്രവേശിക്കുന്നത് രാവിലെ ആയിരിക്കും. ഒരു പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഉച്ച കഴിഞ്ഞ് ആയിപ്പോകാം. FN ആണ് നമ്മൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സർവീസ് വർഷം അന്ന് തുടങ്ങുന്നു. ഉദാഹരണത്തിന് 3/5/2000 സർവീസിൽ വരുന്ന ഒരു ജീവനക്കാരൻ, അയാളുടെ ഒരു വർഷം 3/5/2000 FN പൂർവാഹ്നത്തിൽ സർവീസിൽ വരുന്ന ഒരു ജീവനക്കാരന്റെ ഒരു സർവീസ് വർഷം തീരുന്നത്, ഒരു സർവീസ് വർഷം പൂർത്തിയാകുന്നത് 3/5/2000 സർവീസിൽ വരുന്ന ഒരു ജീവനക്കാരന്റെ ആദ്യത്തെ സർവീസ് വർഷം പൂർത്തിയാകുന്നത് 2/5/2001 AN ആണ്. കഴിഞ്ഞ ദിവസത്തുള്ള ഒരു സംശയമാണ്. ഒരു വർഷം എന്ന് പറയുന്നത് ഇങ്ങനെ 3/5/2000 വന്ന് 3/5/2000 FN രാവിലെ വന്ന ഒരാളുടെ ഒരു സർവീസ് വർഷം പൂർത്തിയാകുന്നത് 2/5/2001 FN ആണോ AN ആണോ എന്നൊരു ചോദ്യം, ഒരു സംശയം, നല്ല സംശയിക്കാവുന്ന സംശയം. ഞാൻ പറഞ്ഞു, ജീവനക്കാരന്, അധ്യാപകന് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ കണക്കിൽ ഒരു FN തുടങ്ങി ഒരു AN തീർന്നു. 5/5/2001 എന്ന് പറയുന്ന ഒരു ദിവസം ഒരു ജീവനക്കാരൻ സർവീസിൽ പ്രവേശിക്കുന്നു. 5/1/2001 സർവീസ് പ്രവേശിക്കുന്നു. 5/1/2001 FN സർവീസിൽ പ്രവേശിക്കുന്നു ഒരു ജീവനക്കാരൻ. അയാൾ ഒരു ദിവസം എന്ന് പറയുന്നത് 5/1/2001 FN തുടങ്ങിയ അയാളുടെ ഒരു ദിവസം 5/1/2001 AN ആണ്. 5/1/2001 രാവിലെ സർവീസിൽ വന്ന ഒരു ജീവനക്കാരന്റെ ഒരു ദിവസം എന്നത് 5/1/2001 AN ആണ്. അയാളുടെ ഒരു മാസം ഒരു മാസത്തെ സർവീസ് എന്ന് പറയുന്നത് 5/1/2001 FN സർവീസിൽ വന്ന ഒരു ജീവനക്കാരന്റെ ഒരു മാസം എന്ന് പറയുന്നത് 4/2/2001 ആണ്. 2001 AN ആണ്. 5/1/2001 FN സർവീസിൽ വന്ന ഒരു ജീവനക്കാരന്റെ ഒരു മാസം, ഒരു സർവീസ് മാസം എന്ന് പറയുന്നത് 5/1/2001 FN തുടങ്ങി 4/2/2001 AN അതായത് ഒരു FN തുടങ്ങി ഒരേ AN തീരുമ്പോൾ മാത്രമേ നമ്മുടെ ഒരു മാസം, അയാളുടെ ഒരു മാസം തികയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് അയാളുടെ ഒരു വർഷം തുടങ്ങുന്നത് 5/1/2001 FN ആണെങ്കിൽ 5/1/2001 FN ആണ് ഒരാൾ സർവീസിൽ വരുന്നതെങ്കിൽ അയാളുടെ ഒരു വർഷം പൂർത്തിയാകുന്നത് 4/1/2002 AN ആണ്. FN തുടങ്ങി AN അവസാനിച്ചാൽ മാത്രമേ അത് പൂർത്തിയാകുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ സർവീസ് വർഷമായിരിക്കും. ജീവനക്കാരൻ സർവീസിൽ പ്രവേശിക്കുന്നതിനനുസരിച്ചാണ് അവന്റെ സർവീസ് ഇയറിന്റെ കൗണ്ട് തുടങ്ങുന്നത്. FN തുടങ്ങുന്നു, നമ്മളുടെ വർഷം അങ്ങനെ ഓരോ FN തുടങ്ങി ഒരു AN തീരുന്നതായിരിക്കും നമ്മുടെ ഓരോ വർഷവും. ഈ വർഷത്തെയാണ് നമ്മൾ സർവീസ് വർഷം എന്ന് വിളിക്കുന്നത്. അത് പല ഘട്ടങ്ങളിലും നമുക്ക് ഈ സർവീസ് വർഷങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് പെയർ റിവിഷൻ ആകട്ടെ, പെയർ റിവിഷനും നമ്മുടെ ഗ്രേഡിന്റെ ഫിക്സേഷനും, അങ്ങനെ ഗ്രേഡിന്റെ ടോട്ടൽ ഇയർ ഓഫ് സർവീസ് കണ്ടെത്താനും പെൻഷന്റെ ടോട്ടൽ ഇയർ ഓഫ് സർവീസ് കണ്ടെത്താനും എല്ലാം ഈ FN AN എന്ന് പറയുന്നത്, FN എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ തിരിച്ച് ഓൺ ലീവിലേക്ക് തന്നെ വരുന്നു. അങ്ങനെ ഒരു സർവീസിൽ പ്രവേശിച്ച ഓരോ ജീവനക്കാരനും
അധ്യാപകർക്കൊഴിച്ച്. ഓരോ വർഷം പൂർത്തിയാകുന്നതനുസരിച്ച് നിശ്ചിത തോതിൽ ഓരോ സർവീസ് വർഷം പൂർത്തിയാകുന്നതിനനുസരിച്ച് നിശ്ചിത തോതിൽ ഏൺ ലീവും ഹാഫ് പേ ലീവും അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഏൺ ലീവിന്റെ കാര്യത്തിൽ ഒരു വർഷം പൂർത്തിയായാൽ മാത്രമേ ഏൺ ലീവ് ലഭ്യമാകൂ എന്നില്ല. ദിവസങ്ങൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് അത് കാൽക്കുലേഷനിലേക്കും ഏൺ ലീവിലേക്ക് വരാം. എന്നാൽ ഹാഫ് പേ ലീവ് അങ്ങനെയല്ല. ഹാഫ് പേ ലീവ് ഓരോ പൂർണ്ണ വർഷത്തിന് മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഹാഫ് പേ ലീവ് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയുള്ളൂ, വന്നു ചേരുകയുള്ളൂ. ഏൺ ലീവും ഹാഫ് പേ ലീവും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരേണ്ട, നമ്മുടെ പ്രവൃത്തിയുടെ അനുസരിച്ച്, നമ്മുടെ സർവീസിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരേണ്ട ലീവുകളാണ്, ലീവ് തരങ്ങളാണ്. അതിൽ ഏൺ ലീവിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഏൺ ലീവ് അങ്ങനെയുള്ള ഒരു വർഷം, ഒരു ജീവനക്കാരന്റെ ഒരു സർവീസ് വർഷത്തിന്, ഒരു വർഷം പൂർത്തിയാകുന്നതിന് ആദ്യത്തെ വർഷത്തെ സർവീസിന് രണ്ട് തരത്തിലാണ് ജീവനക്കാരന്, രണ്ട് തരം ജീവനക്കാർക്ക് രണ്ട് തരത്തിലാണ് ഏൺ ലീവ് അവരുടെ അക്കൗണ്ടിലേക്ക് വരിക. രണ്ട് തരം ജീവനക്കാരൻ എന്ന് പറയുവാൻ കാരണം, നമ്മൾ പ്രവേശിക്കുന്ന സർവീസ്, നമ്മൾ പ്രവേശിക്കുന്ന പോസ്റ്റ് സ്ഥിരം തസ്തികയാണെങ്കിൽ, പെർമനന്റ് പോസ്റ്റിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, അയാളുടെ സർവീസിന്റെ തുടക്കം ഒരു സബ്സ്റ്റാൻറ്റീവ് പോസ്റ്റ് ഓർ പെർമനന്റ് പോസ്റ്റ് അല്ലെങ്കിൽ സ്ഥിരം പോസ്റ്റിലേക്കാണെങ്കിൽ അയാൾക്ക് ആദ്യ വർഷം മുതൽ അയാളുടെ ഏൺ ലീവിന്റെ കണക്ക് കൂട്ടുന്നത് 1/11 എന്ന തോതിലാണ്. എന്താണ് 1/11? 1 എന്ന് പറയുന്ന ഒരു ദിവസം, 11 ഒരു ദിവസം. അതായത് 1/11 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 11 ദിവസം പൂർത്തിയാകുമ്പോൾ ഒരു ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നു. അതായത് 11 ദിവസത്തിലെ ഒരു ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും എന്നർത്ഥം. 11 ദിവസം പൂർത്തിയായാൽ മാത്രമേ ഒരു ലീവ്, നമ്മുടെ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ. 9 ദിവസം പൂർത്തി കഴിഞ്ഞാൽ 9/11 എന്ന തോതിലായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരിക. അങ്ങനെ ഒരു സ്ഥിരം പോസ്റ്റിലേക്ക്, ഒരു പെർമനന്റ് പോസ്റ്റിലേക്കാണ് നമ്മൾ നിയോഗിക്കപ്പെടുന്നതെങ്കിൽ, പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, നമ്മുടെ ആദ്യ വർഷം മുതൽ നമ്മുടെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/11 എന്ന തോതിലായിരിക്കും, 1/11 എന്ന തോതിലായിരിക്കും. എന്നാൽ ഒരു ഒഫീഷ്യേറ്റിംഗ് സർവീസ്, ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ടെമ്പററി പോസ്റ്റിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ, നമ്മുടെ പോസ്റ്റ് അങ്ങനത്തെ പോസ്റ്റ് ആണെങ്കിൽ 90-99% ജീവനക്കാർ അത്തരം പോസ്റ്റിലായിരിക്കും. അങ്ങനെയെങ്കിൽ അയാൾ ആദ്യ വർഷ സർവീസിനും തുടർന്നുള്ള വർഷ സർവീസിനും ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് മറ്റൊരു തരത്തിലാണ്. അത് ഏതാണ് തരം? അതേ സംബന്ധിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്, ഒഫീഷ്യേറ്റിംഗ് സർവീസിലാണ്, പോസ്റ്റിലേക്കാണ് നമ്മൾ പോസ്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ ആദ്യത്തെ വർഷത്തേക്ക്, ആദ്യത്തെ അയാളുടെ സർവീസ് ഇയറിന് 1/22 എന്ന തോതിലായിരിക്കും, 1/22 എന്ന തോതിലായിരിക്കും അയാളുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വന്നു ചേരുക. ഏൺ ലീവ് ഏൺ ചെയ്യപ്പെടുന്നത് 22 ദിവസം പൂർത്തിയായാൽ 1 എന്ന കണക്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അത് സർവീസ് ആദ്യത്തെ വർഷം അങ്ങനെ, ആദ്യത്തെ വർഷം 1/22 എന്ന തോതിൽ. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലേക്ക് ഇങ്ങനെ 1/22 കണക്കിൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് അവരുടെ സർവീസ് ബുക്കിൽ എഴുതപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ അടുത്ത എഴുതപ്പെടുവോ എഴുതപ്പെടാതിരിക്കും, എന്തോ ചെയ്യട്ടെ, ചിലപ്പോൾ ഏൺ ലീവ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ആയിരിക്കും. എല്ലാ വർഷവും കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, എല്ലാ ദിവസവും കാൽക്കുലേറ്റ് ചെയ്യണമെന്ന വ്യവസ്ഥയുമില്ല. അത് ചിലപ്പോൾ സ്ഥലം മാറ്റം സംഭവിക്കുമ്പോൾ, അയാൾ ലീവ് എടുക്കുമ്പോൾ സറണ്ടർ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ ഏൺ ലീവ് ലീവ് എടുക്കുമ്പോഴോ സറണ്ടർ ചെയ്യുമ്പോഴൊക്കെയാണ് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. എന്താണ് ലീവ് എടുക്കുന്നത്, എങ്ങനെ സറണ്ടർ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ആദ്യ വർഷം 1/22 ആയിട്ട് കണക്ക് കൂട്ടി എഴുതപ്പെടുന്നു അയാളുടെ സർവീസ് ബുക്കില്, ഏൺ ലീവിന്റെ പേജുകളിൽ. ആദ്യത്തെ വർഷം 365 ദിവസം എന്നിരിക്കട്ടെ. 365 ദിവസത്തെ എങ്ങനെ ഏൺ ലീവായിട്ട് കൺവേർട്ട് ചെയ്യാം, എങ്ങനെ ഏൺ ലീവായിട്ട് മാറ്റാം? ഇയാൾ 365 ദിവസം സർവീസ്, ഫസ്റ്റ് വർഷം ആദ്യത്തെ വർഷം സർവീസ് പൂർത്തിയായപ്പോൾ അയാൾക്ക് ഏൺ ലീവിന് അർഹതയുണ്ട്. ആ അർഹതപ്പെട്ട ഏൺ ലീവ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് വരുത്തേണ്ടതുണ്ട്, കണക്ക് എഴുതപ്പെടേണ്ടതുണ്ട്.
അങ്ങനെ കണക്കെഴുതുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരവ് വെക്കുമ്പോൾ ഏത് തോതിലാണ് വരവ് വെക്കുക? അത് ആദ്യത്തെ വർഷ സർവീസിന് 22/1 എന്ന തോതിലാണ് ഒഫീഷ്യേറ്റിംഗ് പോസ്റ്റിലുള്ള ഒരു ജീവനക്കാരന്റെ ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് എഴുതപ്പെടുക. അങ്ങനെ എഴുതപ്പെടുമ്പോൾ 365 ദിവസമുള്ള ഒരു ഇയാളുടെ ആദ്യത്തെ സർവീസ് വർഷത്തിന് എത്ര ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരും? ഇതാണ് ചെയ്യേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്, ഇയാളുടെ ആദ്യത്തെ വർഷം എത്ര ദിവസമായിരുന്നു, ഇയാളുടെ ആ വർഷം സർവീസ് ഇയർ എത്ര ദിവസമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഒരുപക്ഷെ 365 ആകാം, ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ആകാം, ഏതും ആയിക്കോട്ടെ. ലീപ്പ് ഇയർ ആയാലും 365 ദിവസമായാലും 366 ദിവസമായാലും ഡിവൈഡഡ് ബൈ 22, അതിനെ 22 കൊണ്ട് ഭാഗം വെച്ചാൽ അയാൾക്ക് 22/1 എന്ന തോതിൽ അയാളുടെ ഏൺ ലീവ് കണക്കാക്കപ്പെടും. ഇവിടെ 365 ദിവസമുള്ള ഒരാളുടെ ആദ്യ വർഷ സർവീസിനെ അങ്ങനെ ഏൺ ലീവായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 365 ഡിവൈഡഡ് ബൈ 22 എത്രയാ കിട്ടുക? ഒന്ന് കണക്ക് കൂട്ടി നോക്കുക, പെട്ടെന്ന് ലഭിക്കുമല്ലോ. എത്രയാ കിട്ടുക? കാൽക്കുലേറ്റർ വേണ്ട, അല്ലാണ്ട് എഴുതി കൂട്ടാം. കാൽക്കുലേറ്റർ കഴിഞ്ഞാൽ അതിനകത്ത് പോയിന്റ് ഫ്രാക്ഷൻ ആണ് വരിക. നമുക്ക് ആ പോയിന്റ് ഫ്രാക്ഷൻ ഇവിടെ കഴിയില്ല. പകരം നമ്മൾ സാധാരണ പണ്ടത്തെ പോലുള്ള ഇതിൽ എഴുതി കൂട്ടാം. 365 ഡിവൈഡഡ് ബൈ 22 നമുക്ക് കിട്ടുന്ന ദിവസങ്ങൾ 16ഉം അതിന്റെ ഫ്രാക്ഷനുമാണ് ഇവിടെ. 16ഉം 13/22 എന്ന ഒരു ഫ്രാക്ഷൻ ഫിഗറാണ് ആദ്യ വർഷം സർവീസിന് കിട്ടുക. ആദ്യ വർഷത്തെ സർവീസിനെ ഏൺ ലീവായിട്ട്, സർവീസ് ദിവസങ്ങളെ ഏൺ ലീവായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ഫ്രാക്ഷൻ ഫിഗറും അതിനുശേഷമെല്ലാം അവസാനത്തെ ദിവസ സർവീസ് വരെ 1/11 എന്ന രീതിയിലായിരിക്കും ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഒരൊറ്റ ഫ്രാക്ഷൻ ആയിരിക്കും. 11 വരുന്ന ഒരു ഫ്രാക്ഷൻ ആയിരിക്കും, ഡിവൈഡഡ് ബൈ 11 വരുന്ന ഒരു ഫ്രാക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് അതങ്ങനെ തുടരുകയും ചെയ്യും. അത് ഒരിക്കലും നമ്മൾ മാറ്റുന്നില്ല, ഫ്രാക്ഷൻ ഒഴിവാക്കുന്നില്ല, ഫ്രാക്ഷൻ കണ്ടിന്യൂ ചെയ്യും. എന്നാൽ ആദ്യ വർഷ സർവീസിൽ ഒരു പ്രത്യേകതരം ഫ്രാക്ഷൻ ആയതുകൊണ്ട് അതിനെ അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യും. എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ, ആദ്യ വർഷ സർവീസിലെ ഫ്രാക്ഷനെ ക്ലോസ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നവരെ 50 പൈസ ആൻഡ് അബവ് നമ്മൾ 1 ആയിട്ട് റൗണ്ട് ചെയ്യും. 50 പൈസ ബിലോ, 50 ബിലോ അത് നമ്മൾ ഒമിറ്റ് ചെയ്യും. ഇവിടെയും ഈ 13/22 എന്ന് പറയുന്നത് എബോവ് 50 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? എബോവ് 50 നമ്മൾ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യും, റൗണ്ട് ഓഫ് ചെയ്യും. അവിടെ 16ഉം 13/22 എന്നതിനെ റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 17 ദിവസമായിട്ട് 16ഉം 13/22 13/22 എന്ന് പറയുന്ന ഫ്രാക്ഷനെ ഒഴിവാക്കുമ്പോൾ അത് 16നെ 17 ആയിട്ട് നമ്മൾ റൗണ്ട് ചെയ്യുന്നു. 17 ഏൺ ലീവുകൾ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഫസ്റ്റ് ഇയർ ഓഫ് സർവീസ്, ഒഫീഷ്യേറ്റിംഗ് സർവീസ് ജീവനക്കാരന്റെ ആദ്യ വർഷത്തെ സർവീസിനെ ഏൺ ലീവായിട്ട് മാറ്റിയപ്പോൾ നമുക്ക് 17 ഡേയ്സ് ഓഫ് ഏൺ ലീവ് കിട്ടി. 365 നിന്നും ആറ്റിക്കുറുക്കിയെടുത്ത് നമുക്ക് 17 ദിവസങ്ങൾ കിട്ടി. അടുത്ത വർഷത്തേക്ക് കിടക്കുന്നു. ആ വർഷവും 365 ദിവസമാണെന്നിരിക്കട്ടെ. എങ്ങനെയാ കണക്കൂട്ടുക? സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഏത് രീതിയിലായിരിക്കും ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? പറഞ്ഞല്ലോ, ഏത് രീതിയിലാണ്? ഫസ്റ്റ് ഇയറിൽ 1/22, സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 1/11. അങ്ങനെ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ 1/11 ആയിട്ട് കണക്കൂട്ടും. സെക്കൻഡ് ഇയർ അങ്ങോട്ട് നമ്മൾ 1/11 ആണ്. 11 ഡിവൈഡ് ചെയ്യുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിനെ. ടോട്ടൽ നമ്പർ ഓഫ് അയാളെ ഡ്യൂട്ടി ഡേയ്സിനെ പ്രയോഗിക്കുക. ആ ഡ്യൂട്ടി ഡേയ്സിന് പ്രയോഗിച്ചത് എന്തെന്ന് നമുക്ക് ഇനിയും പറയേണ്ടതുണ്ട്. അങ്ങനെ 365 ദിവസം ഉള്ള രണ്ടാമത്തെ വർഷ സർവീസിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പെന്നും ബുക്കും എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 365നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 33 2/11 എന്ന ഒരു ഫിഗർ ആയിരിക്കും. 33 2/11 എന്ന് പറയുന്ന ഫിഗർ കിട്ടി. ആ 2/11 എന്ന് പറയുന്നത് അടുത്ത വർഷവും ഒന്നെങ്കിൽ 3/11 ആവും, പിന്നെയും 2/11 ആവും, ഏതോ അങ്ങനെ അതിങ്ങനെ ആ ഫ്രാക്ഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ ഫ്രാക്ഷനുകൾ കൂട്ടി ഒന്നിലേക്കും പിന്നീട് ബാക്കിയുള്ളത് അവിടെ നിർത്തി ഇങ്ങനെ അങ്ങ് പോകും.
സെക്കൻഡ് ഇയറിൽ നമുക്ക് 365 ദിവസത്തെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 33 2/11 എന്ന് പറയുന്ന ഏൺ ലീവ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് കിട്ടി. അപ്പോൾ ഇയാൾ ലീവ് എടുക്കുന്നില്ല, സറണ്ടർ ചെയ്യുന്നില്ല, വേറെ ഒന്നും എടുക്കുന്നില്ല. ഇത് ഇങ്ങനെ ലീവ് വരികയാണ്. രണ്ടാമത്തെ വർഷം 11 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് 33ഉം 2/11 എന്ന് കിട്ടി. അപ്പോൾ ടോട്ടൽ കണക്ക് OB ഉണ്ടായിരുന്നു 17. അത് അടുത്ത ഇയറിൽ കറണ്ട് ഇയറിൽ രണ്ടാമത്തെ വർഷം 33 2/11 ആയി. അവിടെ ടോട്ടൽ ഏൺ ലീവ് അപ്പോൾ എത്രയാണ് അക്കൗണ്ടിലേക്ക് 2 വർഷം പൂർത്തിയായപ്പോൾ 52/11. 17ഉം 33ഉം കൂടെ കൂട്ടിയാൽ 50 ഡേയ്സ് ഓഫ് ഏൺ ലീവ്. പിന്നെ ഫ്രാക്ഷനായ 2/11 കിട്ടി. 52/11 എന്ന് പറയുന്ന ഏൺ ലീവ് രണ്ടാമത്തെ വർഷം പൂർത്തിയപ്പോൾ അയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നു. മൂന്നാമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു. മൂന്നാമത്തെ വർഷം 366 ദിവസം ഉള്ളതാണ്. എന്തായാലും 4 വർഷം കൂടുമ്പോൾ ഒരു ലീപ്പ് ഇയർ വരുമല്ലോ. മൂന്നാമത്തെ വർഷം ഒരു ലീപ്പ് ഇയർ ആണെന്ന് ഇരിക്കട്ടെ. ലീപ്പ് ഇയർ ആകുമ്പോൾ ദിവസങ്ങൾ 366. ആ 366നെ ഏൺ ലീവായിട്ട് മാറ്റണം. ഈ 366ൽ എത്ര ഏൺ ലീവുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാ? കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം 22 കൊണ്ട് ഡിവൈഡ് ചെയ്തു. സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 366 ദിവസത്തിനെ എത്ര ഏൺ ലീവ് എന്ന് കണ്ടുപിടിക്കാൻ 366 ഡിവൈഡ് ബൈ 11 കിട്ടുന്നത് 33ഉം 3/11 എന്ന് പറയുന്ന ഒരു ഫിഗർ ആയിരിക്കും. മൂന്നാം വർഷത്തിന്റെ തുടക്കത്തിൽ നമുക്ക് ഇയാളുടെ അക്കൗണ്ടിൽ എത്ര ഏൺ ലീവ് ഉണ്ടായിരുന്നു? 50ഉം 2/11 ഏൺ ലീവ് ഉണ്ട്. മൂന്നാമത്തെ വർഷം അപ്പോൾ അതാ വന്നു. പിന്നെയും 33 ദിവസവും 3/11 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പർ ഓഫ് ഡേയ്സ് ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വന്നു. ടോട്ടൽ അറ്റ് ക്രെഡിറ്റ്, ടോട്ടൽ ഏൺ ലീവ് അറ്റ് ക്രെഡിറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 3 years എത്രയാ? 17 ആദ്യ വർഷം, രണ്ടാമത്തെ വർഷം 33 2/11. അവിടെ ടോട്ടൽ 50ഉം 2/11 ആയി. മൂന്നാമത്തെ വർഷം പിന്നെയും വന്നു 33ഉം 3/11 ഏൺ ലീവ്. ഇയാളുടെ അക്കൗണ്ടിൽ എത്ര വന്നു? 83 പിന്നെ 2/11ഉം 3/11ഉം കൂടെ കൂട്ടിയപ്പോൾ 5/11. അപ്പോൾ ഇയാളുടെ ടോട്ടൽ ലീവ് അറ്റ് ക്രെഡിറ്റ് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് 3 years 3 വർഷം പൂർത്തിയായപ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ നീക്കിയിരിപ്പുള്ള ഏൺ ലീവിന്റെ എണ്ണം എത്രയായി? 83ഉം 5/11. ഒരാൾ കഴിഞ്ഞ ഒരു ഒരാൾ ചോദിച്ച കണക്കൂട്ടിൽ എന്തോ തെറ്റാ. 100 ദിവസം വരില്ല. 100 ദിവസം വരില്ല. ആദ്യത്തെ ദിവസം 17, ആദ്യത്തെ വർഷം 17, രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം 33ഉം ആദ്യം 2/11, 33, 3/11 അങ്ങനെ ടോട്ടൽ 83ഉം 5/11 ഇയാളുടെ അക്കൗണ്ടിലേക്ക് വന്നു. ഏൺ ലീവിന്റെ കാൽക്കുലേഷനിൽ ഫസ്റ്റ് ഇയറിൽ 1/22 ആയിട്ട് കണക്കൂട്ടപ്പെട്ട ഏൺ ലീവ് ചോദ്യങ്ങളിൽ വരുന്നൊരു ചോദ്യമാണ്, പരീക്ഷകളിൽ വരുന്നൊരു ചോദ്യമാണ്. എത്ര വർഷം കഴിഞ്ഞാണ് ഒരാൾ ഏൺ ലീവ് ആദ്യത്തെ വർഷത്തെ ഏൺ ലീവിനെ റീകാൽക്കുലേറ്റ് ചെയ്തിട്ട് റീസ്ട്രക്ചർ ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു ചോദ്യം. അവിടെ ഒരു ചോദ്യത്തിൽ റീഫിക്സേഷൻ അല്ലേ? റീഫിക്സേഷൻ അല്ല, റീകാൽക്കുലേഷൻ ആണ്, റീസ്ട്രക്ചറിങ് ആണ്. ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിനെ റീകാൽക്കുലേറ്റ് ചെയ്യുകയോ റീസ്ട്രക്ചർ ചെയ്യുകയോ ചെയ്യണം. റീഫിക്സേഷൻ വേറെയാണ്. റീഫിക്സേഷൻ നമ്മുടെ പേ ഫിക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട റീഫിക്സേഷൻ എന്ന് പറഞ്ഞു. ഇവിടെ റീഫിക്സേഷൻ എന്നല്ല പ്രയോഗിക്കേണ്ടത്, ഇവിടെ റീസ്ട്രക്ചറിങ് ഓർ റീകാൽക്കുലേഷൻ ആണ്. രണ്ടാമത് ഒരു ആദ്യ വർഷം കണക്കൂട്ടി വെച്ചതിനെ രണ്ടാമത് ഒന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു, കണക്ക് ഒന്നുകൂടെ കണക്ക് നോക്കുന്നു. എങ്ങനെയാണ് കണക്ക് നോക്കുന്നത്? 1/22 എന്ന് പറയുന്ന ആ കാൽക്കുലേഷനെ 1/11 ആക്കി മാറ്റുന്നു. ആദ്യം 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 വർഷം തുടങ്ങുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിൽ 83ഉം 5/11 ഏൺ ലീവ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിൽ 83ഉം 5/11 ഏൺ ലീവ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 3 വർഷം പൂർത്തിയായ 4-ാം വർഷത്തിന്റെ തുടക്കത്തിൽ ഇയാളുടെ ആദ്യ വർഷത്തെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്തതിനെ റീകാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വന്നത്? അന്ന് കണക്ക് കൂട്ടിയത് 22 ദിവസത്തിനൊന്ന് എന്ന തോതിലായിരുന്നു, 1/22 എന്ന റേറ്റിലായിരുന്നു ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്തത്. 3 വർഷം പൂർത്തിയായതുകൊണ്ട്, സർവീസ് പൂർത്തിയാക്കിയതുകൊണ്ട് ഇയാൾക്ക് ആ കാൽക്കുലേഷൻ മാറ്റേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് 3 വർഷം പൂർത്തിയായ ഇയാളുടെ ഏൺ ലീവ് 4-ാം വർഷത്തിന്റെ തുടക്കത്തിൽ റീകാൽക്കുലേറ്റ് ചെയ്യുന്നു.
അങ്ങനെ റീകാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടേണ്ടിയിരുന്നത് 33 2/365 ദിവസത്തിനെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടേണ്ടത് ആദ്യ വർഷം 33 2/11 ആയിരുന്നു. എന്നാൽ കിട്ടിയത് 16 13/22 16 13/22 നമ്മൾ 17 ആയിട്ട് റൗണ്ട് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് 2 3 വർഷത്തിലെ കാൽക്കുലേഷൻ നടന്നത്. അങ്ങനെയാണ് 83 5/11 ഏർലി ലീവ് അക്കൗണ്ടിലേക്ക് വന്നത്. റീകാൽക്കുലേഷൻ നടന്നു. 3rd ഇയർ കംപ്ലീറ്റ് ചെയ്തു. 4th ഇയറിന്റെ ആരംഭത്തിൽ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിനെ റീകാൽക്കുലേറ്റ് ചെയ്തു. കിട്ടേണ്ടത് 33 2/11 കിട്ടിയത് 17 ദിവസമാണ്. 33 2/11 നിന്നും ആ ഫ്രാക്ഷനെ നമ്മൾ ഒഴിവാക്കുകയാണ്. അതിലേക്ക് വരാം. 33 ദിവസമാണ്. 33 ദിവസത്തിൽ 17 ദിവസത്തെയാൾക്ക് കിട്ടി. ആക്ച്വലി കിട്ടിയത് 16 13/22 റൗണ്ട് ചെയ്തുകൊണ്ട് അത് 17 മാറി. അങ്ങനെ 33 നിന്നും 17 കുറച്ചാൽ കിട്ടുന്നത് 16 ദിവസങ്ങളാണ് ഇയാൾക്ക് ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരേണ്ടത്. ആ 16 ദിവസവും കൂടി ഇയാളുടെ നിലവിൽ 3ാം വർഷത്തിന്റെ കംപ്ലീഷനിൽ 3ാം വർഷത്തെ പൂർത്തീകരണത്തിൽ ഇയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 83 5/11 എന്ന് പറയുന്ന ഏൺ ലീവിലേക്ക് ഒരു 16 ഏൺ ലീവും കൂടെ കടന്നു വരുന്നു ഫസ്റ്റ് ഇയർ റീകാൽക്കുലേഷന്റെ ഭാഗമായി. അങ്ങനെ 3ാം വർഷം പൂർത്തീകരിക്കുമ്പോൾ ആദ്യത്തെ വർഷത്തെ 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ അയാളുടെ ഏൺ ലീവിന്റെ അക്കൗണ്ടിൽ 83 5/11 പ്ലസ് 16 അഡീഷണൽ ആയിട്ട് വന്ന റീകാൽക്കുലേഷന്റെ ഭാഗമായി വന്ന ഒരു ഗെയിൻ ആണ് 16 ദിവസം ഓഫ് ഏൺ ലീവ്. അതിനെ 83 5/11 പ്ലസ് 16 99 5/11 ആയിട്ട് 3ാം വർഷത്തിന്റെ അവസാനത്തിൽ 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ, അതായത് 3ാം വർഷത്തിന്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് 4ാം വർഷത്തിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് അക്കൗണ്ടിലേക്ക് 99 5/11 എന്ന ഏൺ ലീവ് അക്കൗണ്ടിൽ വന്നു ചേർന്നിരിക്കുന്നു. ഈ ചോദ്യത്തിൽ ഒരു സുഹൃത്ത് ചോദിച്ചത് 33 2/11 ഏൺ ലീവ് അയാളുടെ ഫസ്റ്റ് ഇയർ ഓഫ് സർവീസിന് റീകാൽക്കുലേഷന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടതായിരുന്നു. നമ്മൾ കൊടുത്തത് 17 ദിവസമാണ്. ഇപ്പൊ 33 2/11 മൈനസ് 17 ഈക്വൽസ് 16 2/11 അല്ലേ കിട്ടേണ്ടത്. ഏൺ ലീവിന്റെ റീകാൽക്കുലേഷൻ റൂളിൽ അങ്ങനെ ഒന്നും പറയുന്നില്ല. എങ്ങനെയൊന്നും പറയുന്നില്ല. റീകാൽക്കുലേഷന്റെ ഭാഗമായിട്ട് 33 2/11 വന്ന് 17 കുറച്ചു കഴിഞ്ഞാൽ 16 2/11 അല്ലേ കിട്ടേണ്ടത് എന്ന്. 16 ദിവസം ഓക്കെയാണ്. റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ 17 ആക്കിയതാണ്. 16 13/22 17 ആക്കിയതാണ്. ഒരു മാത്തമാറ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു ഫിഗർ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റൗണ്ട് ചെയ്യരുത്. അത് വളരെ ന്യൂനമായ കണക്കിലെ തെറ്റുകൾക്ക് ഇടവരുത്താം. ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്തു. ആദ്യത്തെ വർഷത്തിന് ഇയാളുടെ ഒരു ദിവസം, പകുതി ദിവസത്തെ ഒരു ദിവസമായിട്ട് റൗണ്ട് ചെയ്തു. അവിടെ അയാൾക്ക് ഒരു ഗുണം കിട്ടി, സൗകര്യം കിട്ടി. പിന്നെയും വരുന്ന ഫ്രാക്ഷനെ കൊണ്ട് നടക്കുന്നത് ഒരു കണക്കിന്റെ ഒരു രൂപത്തിൽ നോക്കുമ്പോൾ അതൊരു ശരിയായിട്ട് തോന്നില്ല. പല ഗൈഡുകളും അങ്ങനെ കാണുന്നുണ്ട്. അതിന്റെ സാങ്കേതികത്വം എനിക്കങ്ങനെ ദഹിക്കുന്നില്ല. അതൊരു ശരിയുമല്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു കണക്കിന്റെ പോയിന്റിൽ നോക്കുമ്പോൾ ഒരു ഫിഗറിനെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം റൗണ്ട് ആ സൗകര്യം, പിന്നെ ഒരു റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൗകര്യമാണ്, ഒരു നേട്ടം കിട്ടിക്കഴിഞ്ഞു. ആ നേട്ടത്തിന് പിന്നെയും ബാക്കി വരുന്നതും കൂടെ വെച്ച് പോകുന്നത് ഒരു ശരിയില്ല. വളരെ വളരെ ചെറുതാണ്. 2/11 ആണ് കണക്ക്. 2/11 ആണെങ്കിൽ ആ 2/11 നമ്മൾ അതിന്റെ സൗകര്യത്തിന് വേണ്ടി 13/22 റൗണ്ട് ചെയ്ത് നമ്മൾ ഒന്നാക്കിയതാണ്. പിന്നെ അത് രണ്ടാമത് അതിനെ ഏറിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അതിനെ അവിടെ ത്യജിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ് ഒരു ശരി. അതുകൊണ്ട് നമ്മൾ അവിടെ ഒഴിവാക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇയാളുടെ 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 4ാം വർഷത്തിന്റെ തുടക്കത്തിൽ 99 5/11 ഏൺ ലീവ് ആയിരിക്കും അക്കൗണ്ടിൽ വരിക. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ഏൺ ലീവിന്റെ കണക്കിനെ പറ്റി, ഏൺ ലീവിന്റെ ഒരു തുടക്കം നമ്മൾ പറഞ്ഞു വെച്ചത്. ഏൺ ലീവ് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ
വർഷങ്ങൾ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അക്കൗണ്ടിൽ വരുന്ന ഏൺ ലീവ് എന്തിനാ ഇങ്ങനെ അക്കൗണ്ടിലേക്ക് വരുന്നത്? നമ്മൾ ആ അക്കൗണ്ടിൽ വന്ന് ചേരുന്ന ലീവ് അക്കൗണ്ടിൽ വന്നു ചേരുന്ന ഏൺ ലീവിനെ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു? എന്താവശ്യമാണ് ഈ ഏൺ ലീവ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്? ഈ ലീവ് ഈസ് നോട്ട് എ റൈറ്റ്. ഇടക്കിടക്ക് ഇത് പറയുമ്പോൾ ഒരു ക്ലാസ്സിൽ രസികനായിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചിട്ട്, സാറേ ഇടക്കിടക്ക് ഈ ലീവ് അവകാശമല്ല എന്ന് പറയുന്നത് ഒരു ശരിയല്ല. ഒന്നും കൂടെ KSR എടുത്ത് നോക്കണം. ലീവ് ഈസ് നോട്ട് എ റൈറ്റ് എന്നോ ആ നോട്ട് ഇല്ലാത്ത റൈറ്റ് ആണോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ പറഞ്ഞാലോ ഒന്ന് പതുക്കെ പറയണം. നോട്ട് എ റൈറ്റ് എന്നുള്ള ഭാഗം ഒന്ന് പതുക്കെ പറയണം. ഒരു കാരണവശാലും എൻ്റെ ഓഫീസറോ എൻ്റെ സെക്ഷനിലെ സൂപ്രണ്ടോ അറിയരുത്. ദയവ് ചെയ്ത് ഇത് പുറത്തേക്ക് പറയരുത്. കാരണം ഉള്ള ലീവ് തന്നെ തരാൻ പഠിക്കുന്ന ആശാന്മാരുള്ള ഓഫീസിൽ നിന്നാണ് ഞാൻ വരുന്നത്. നല്ലവണ്ണം ജോലിയും ചെയ്യുന്നുണ്ട്. പയ്യൻ നല്ലവണ്ണം ജോലി ചെയ്യുന്നത് എനിക്കറിയാം. അതുകൊണ്ട് അറിയിക്കരുത്. ദയവ് ചെയ്ത് നോട്ട് എ റൈറ്റ് ഇനി പറയരുതെന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊരു നമ്മളുടെ മനസ്സിലൊരു ബോധതലത്തിൽ അത് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. എല്ലാ അവകാശങ്ങൾക്കും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. ഒരൊറ്റ അവകാശത്തിന്റെ മേലിലും ആരെയും കൈവെക്കുവാൻ നമ്മൾ അനുവദിക്കുകയും ചെയ്യരുത്. നമ്മുടെ നിലനിൽപ്പ് നമ്മുടെ അവകാശങ്ങളുടെ മേലിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിങ്ങനെ പുറത്തേക്ക് വന്നു പോകുന്നത്. ലീവ് ഈസ് നോട്ട് എ റൈറ്റ്. ഞാൻ സർവീസിൽ കയറിയ മുതൽ അങ്ങനെയാണല്ലോ. നമ്മുടെ സർവീസിൽ വന്ന് കുറെ കാലമൊക്കെ വരെ ലീവ് ഈസ് നോട്ട് എ റൈറ്റ് എന്ന് പറയും നമ്മൾ അംഗീകരിക്കില്ല. ലീവ് ഈസ് എ റൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പ്രൊമോഷനൊക്കെ കിട്ടിയ ഒരു സൂപ്പർവൈസറി കേഡറിലൊക്കെ എത്തുമ്പോൾ നമുക്ക് തോന്നും ലീവ് ഈസ് എ റൈറ്റ് അല്ല, ലീവ് ഈസ് നോട്ട് എ റൈറ്റ് ആണ് ശരി. കാരണം ഓഫീസ് നേരെ കൊണ്ടുപോകുവാനായിരിക്കും ഒരു സൂപ്പർവൈസറി ഓഫീസർക്ക് എപ്പോഴും താല്പര്യം. അങ്ങനെ വരുമ്പോൾ ലീവ് റൈറ്റ് അല്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സുഖം. എന്ന് വെച്ചാൽ അവകാശത്തെ കൈവെക്കാനല്ല. ഓക്കെ, അങ്ങനെ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഏൺ ലീവായിട്ട് എടുക്കാം. അത് വിറ്റ് പണമായിട്ടും എടുക്കാം. ലീവിനെ വിൽക്കാം. അങ്ങനെ സൗകര്യമുണ്ട്. ഞാൻ പറഞ്ഞു 600-ലധികം ലീവുകളുണ്ട്. ഈ ലീവുകളിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള നന്മയുള്ള ഒരു ലീവാണേത്? ഏൺ ലീവ്. ഇരട്ട സ്വഭാവമുണ്ട് ഏൺ ലീവിന്. എന്താണ് ഇരട്ട സ്വഭാവം? വേറൊരു ലീവിന് അങ്ങനെ ഒരു ഇരട്ടത്തലമില്ല. എന്താ? ലീവായിട്ടും എടുക്കാം, തരം തോന്നുമ്പോൾ നമുക്ക് അതിന് വിറ്റ് പൈസയും ആക്കാം. രണ്ട് പ്രയോജനമാണ്. സാധാരണ ലീവുകൾക്ക് ലീവ് എടുക്കാനേ പറ്റുള്ളൂ. എന്നാൽ ഏൺ ലീവിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണ്? ആ ഏൺ ലീവിനെ ലീവായിട്ട് എടുക്കാം. ഏൺ ലീവിനെ വിറ്റ് പണമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഏൺ ലീവായിട്ട് എടുക്കുമ്പോൾ ലീവായിട്ട് നമുക്ക് അക്കൗണ്ടിൽ ഉള്ളതിനനുസരിച്ച് ലീവായിട്ട് എടുക്കാം. ഏൺ ലീവ് നമുക്ക് വിൽക്കുകയും ചെയ്യാം. വിൽപ്പന സ്വഭാവമുള്ള ഒരു ലീവും കൂടിയാണ് ഏൺ ലീവ്. വിൽപ്പന എന്ന് പറയുന്നതിൽ ഇവിടെയുള്ള പ്രയോഗം സറണ്ടർ എന്നാണ് പറയുക. സറണ്ടർ ഓഫ് ഏൺ ലീവ് എന്ന് പറയുന്നത് ലീവിന്റെ വിൽപ്പനയുടെ ഒരു പേരാണ്. ഏൺ ലീവ് വിൽക്കുന്നതിനെയാണ് നമ്മൾ സറണ്ടർ ഓഫ് ഏൺ ലീവ്, ELS ഏൺ ലീവ് സറണ്ടർ, SLS സറണ്ടർ ലീവ് സാലറി, SCL സറണ്ടർ ഓഫ് ഏൺ ലീവ്. അങ്ങനെയൊക്കെ പല പേരിൽ ഇത് അറിയപ്പെടുന്നത്. എന്തായാലും എല്ലാത്തിനും ഒരർത്ഥം. എന്താ? പണം കിട്ടുക, പൈസ കിട്ടുക, ലീവ് വിറ്റിട്ട് പകരം പണം മേടിക്കുക എന്നുള്ളതിനാണ് ഏൺ ലീവിന്റെ ലീവ് വിൽപ്പനയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, KSR ഉദ്ദേശിക്കുന്നത്. സർവീസ് റൂളിൽ ഏൺ ലീവിന്റെ ഈ വിൽപ്പന സൗകര്യം ഓരോ കാലഘട്ടത്തിൽ പല തരത്തിലായിരുന്നു. 1992 വരെ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലുള്ള ഏൺ ലീവ് ഒരു വർഷത്തിൽ 45 ദിവസം വരെ വിൽക്കാമായിരുന്നു. അപ്പൊ ചോദിക്കും, ആകെ 33 ദിവസമേ വരുള്ളൂ, പിന്നെ എങ്ങനെ 45 ദിവസം വിൽക്കുക എന്നതാണ്.
വിൽക്കാം, കരുതി വെച്ചാൽ വിൽക്കാം. എല്ലാം കയ്യിൽ കിട്ടുന്ന എല്ലാം ഉടനോടൻ തീർക്കണമെന്നില്ലേ? അത് വെച്ച് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിൽപ്പന സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ 92 വരെ നമുക്ക് 45 ദിവസങ്ങളിൽ വിൽക്കാമായിരുന്നു. 1992 വരെ. അന്ന് ആ 92 ആയപ്പോഴത്തേക്കും അതിനകത്ത് കത്തിവെച്ചു. ഏൺ ലീവ് 45 ദിവസം എന്നുള്ളത് വെട്ടി അങ്ങ് കുറച്ചു. 30 ദിവസം അന്നത്തെ ഗവൺമെന്റ് കൊണ്ടുപോയി. ബാക്കി 15 കുറച്ചു. 15 ദിവസമാക്കി കുറച്ചു ഏൺ ലീവ്. 45 ദിവസം സറണ്ടർ ചെയ്യാമായിരുന്നു. 45 ദിവസത്തിൽ നിന്നും 30 ദിവസം, അതായത് 30 ദിവസം വെച്ചാൽ 1 മാസം ശമ്പളമാണ് തിരിച്ചു പിടിച്ചത്. ഞാനൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, ഫെയർ റിവിഷൻ 10 നടന്നു. 68 തുടങ്ങി, 73, 78, 83, 88, 92, 97, 2004, 2009, ഒടുവിൽ നടന്നത് 2014. അങ്ങനെ 10ാമത്തെ ഫെയർ റിവിഷൻ നടന്നു. 11ാമത്തെ ഫെയർ റിവിഷന്റെ പ്രവർത്തനം പുരോഗമിക്കുന്നു. 92 ഫെയർ റിവിഷനിൽ നമുക്കുണ്ടായിരുന്ന അക്കൗണ്ടിലേക്ക് വരേണ്ട ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് കൃത്യമായി വന്നു. പക്ഷെ അത് പണമായിട്ട് മാറ്റുന്നത് കുറച്ചു. 15 ദിവസമായിട്ട് കുറച്ചു. അത് പിന്നീട് 97 പുനഃസ്ഥാപിച്ചു 30 ദിവസമായി മാറ്റി. അത് പിന്നെയും 2002 അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കി, ഇല്ലാണ്ടാക്കി. ജീവനക്കാരന് സറണ്ടർ ചെയ്യേണ്ട അവകാശമില്ല എന്നുള്ള തരത്തിൽ ഉത്തരവിറക്കി. അന്നത്തെ ഗവൺമെന്റിലെ ചില മന്ത്രിമാര് പറഞ്ഞത്, ജീവനക്കാരൻ 12 മാസം ജോലി ചെയ്യുകയും 13 മാസത്തെ ശമ്പളം കൈപ്പറ്റുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇവരുടെയൊന്നും അവകാശത്തിന്റെ ഔദാര്യത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയതല്ല ഈ ലീവുമായിട്ട് ബന്ധപ്പെട്ട സറണ്ടർ ആനുകൂല്യമൊക്കെ. കാലങ്ങളായിട്ട് ജീവനക്കാരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളുടെ അവരുടെ മിടുക്ക് കൊണ്ട്, അവരുടെ വാങ്ങൽ പവർ കൊണ്ട്, അവരുടെ ദിശയോടുള്ള പ്രവർത്തനം കൊണ്ട് കിട്ടിയതാണ്. കേരള NGO ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സംഘടനകൾ, അവരുടെ നേതാക്കന്മാർ പഴയ കാലങ്ങളിൽ അവരനുഭവിച്ച വേദനകളുടെയും യാതനകളുടെയും ഫലം തന്നെയാണ് നമ്മൾ എല്ലാവരും ഇന്ന് അനുഭവിച്ചു വന്നത്. അതിലൂടെ കിട്ടിയതാണ് ഏൺ ലീവ് സൗകര്യവും. അത് 2002 പൂർണ്ണമായിട്ടും നിരോധിച്ചു. ശക്തമായ പണിമുടക്ക് നടന്നു. 32 ദിവസം പലരും, ഇന്ന് ഞങ്ങളെപ്പോലുള്ള പലരും, അന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജയിലിൽ കിടന്നിരുന്നു. 32 ദിവസം പണിമുടക്കിന് ശേഷമാണ് അന്നുള്ള പല ആനുകൂല്യങ്ങളും നിഷേധിച്ചതിന്റെ ഫലമായിട്ട് പണിമുടക്കിന്റെ ശേഷം ഘട്ടം ഘട്ടമായിട്ട് ആ പണിമുടക്കിലേക്ക് തള്ളിവിട്ട ഗവൺമെന്റിന്റെ നിലപാടുകളിൽ നിന്നും ആ ഗവൺമെന്റിന് മെല്ലെ മാറേണ്ടി വന്നു. നമുക്കുള്ള ആനുകൂല്യങ്ങൾ, നിരോധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് തിരിച്ചു തരേണ്ടി വന്നു. തുടർന്ന് വന്ന ഗവൺമെന്റ് ആ പണിമുടക്കിന് ആധാരമായ ഉത്തരവുകൾ പൂർണ്ണമായും വലിച്ചെറിഞ്ഞു, പൂർണ്ണമായും വേണ്ട എന്ന് വെച്ചു. ജീവനക്കാരുടെ ഇടയിൽ കൊണ്ടുവരേണ്ടതല്ല ഇത്തരം നിയമങ്ങൾ എന്ന് പ്രഖ്യാപിക്കുക കൂടെ ചെയ്തുകൊണ്ട് അതുവരെ നിഷേധിച്ചിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും പുതുതായിട്ട് വന്ന ഗവൺമെന്റ് ജീവനക്കാർക്ക് വെച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, ഏൺ ലീവ് സറണ്ടർ ചെയ്യാനും ലീവ് എടുക്കാനുമുള്ള അവകാശമുണ്ട്. ഏൺ ലീവ് നമുക്ക് സറണ്ടർ ലീവ് എടുക്കുവാൻ 180 ദിവസം വരെ ഒരു സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് 180 ദിവസം വരെ ഏൺ ലീവായിട്ട് എടുക്കാം. എന്നാൽ ഏൺ ലീവ് 180 ദിവസത്തിൽ കൂടുതൽ എടുക്കാം, 180 ഡേയ്സിൽ കൂടുതൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ റിട്ടയർമെന്റിന് മുമ്പ് നമുക്ക് ഒരു ലീവ് ഒരുമിച്ച് എടുക്കാവുന്ന ഒരു അവധിയുണ്ട്. ലീവ് പ്രയർ ടു റിട്ടയർമെന്റ് ഒന്ന് എഴുതി വെക്കണം. LPR, ലീവ് പ്രയർ ടു റിട്ടയർമെന്റ്. LPRന്റെ ഭാഗമായിട്ട് ഞാൻ റിട്ടയർ ചെയ്യാൻ പോവാം, 10 മാസം ബാക്കിയുണ്ട്, ലീവ് സാങ്ഷൻ ചെയ്തുകൊണ്ട് ഞാൻ LPRൽ പ്രവേശിക്കുന്നു എന്ന ലീവ് ആപ്ലിക്കേഷൻ ഫോമിൽ എൻ്റെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന് എഴുതിയാൽ പ്രത്യേക കാലയളവൊക്കെ ഉണ്ട്. 3 മാസം മുമ്പ് നമ്മൾ നോട്ടീസ് എഴുതി കൊടുക്കണമെന്നില്ല. 3 മാസം കൊണ്ട് മുമ്പ് എഴുതി കൊടുത്ത് സാങ്ഷൻ ചെയ്തു വന്നാൽ എനിക്ക് 10 മാസത്തേക്ക് മുൻപ് സർവീസിൽ നിന്നും പുറത്തേക്ക് പോകാം. അങ്ങനെ 10 മാസം പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ 300 ഏൺ ലീവ് ഉണ്ടെങ്കിൽ 300 ഏൺ ലീവ് എൻ്റെ ക്രെഡിറ്റിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ 10 മാസം മുമ്പ് ഞാൻ സർവീസിൽ നിന്ന് പോവുക.
LPR എടുത്ത് പോവുക. എന്താ സൗകര്യം? 10 മാസം ലീവിലിരിക്കുക, നമുക്ക് ഏൺ ലീവ് സാലറി ആയിട്ട് ശമ്പളം, ലീവിന്റെ ശമ്പളം കിട്ടും. നേരത്തെ സർവീസിന് പോകാം. അങ്ങനെ ഉപയോഗിക്കാം, ലീവ് എടുത്ത് ഉപയോഗിക്കാം ഏൺ ലീവിനെ. ഏൺ ലീവ് ലീവായിട്ടും എടുക്കാം. മറ്റൊരു തരം ഏതായിരുന്നു? മറ്റൊരു തരം സറണ്ടർ ചെയ്യാം, വിൽപ്പന നടത്താം. ലീവ് വിൽപ്പന നടത്താൻ പറ്റിയ ലീവാണ് ഏൺ ലീവ്. അങ്ങനെ വിൽക്കുമ്പോൾ ഏൺ ലീവ് വിൽക്കുന്നതിന് ഒരു നിശ്ചിത കണക്കുണ്ട്. അതെന്താണ് കണക്ക്? ഏൺ ലീവ് നമുക്ക് 30 കൂടാതെ 30 ദിവസത്തിൽ ഏൺ ലീവ് 30 ദിവസത്തെ ഏൺ ലീവിൽ കൂടാതെ ഒരു വർഷം, ക്ലിയർ? ഒന്നുകൂടെ ക്ലിയർ ആക്കാം. 30 ഏൺ ലീവിൽ കൂടാതെ നമുക്ക് ഒരു വർഷം, ബ്രാക്കറ്റിൽ ക്ലിയർ കട്ടായിട്ട് ഒരു ധനകാര്യ വർഷം, 30 ദിവസത്തിൽ കൂടാതെ, കുറഞ്ഞെത്രയാകാം, 1 മുതൽ 30 വരെ ദിവസം വരെ, ഒരു ദിവസം വേണമെങ്കിൽ സറണ്ടർ ചെയ്യാം. അതൊക്കെ നമ്മുടെ സൗകര്യം. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഒരു ധനകാര്യ വർഷത്തിൽ 30 ഏൺ ലീവ് വരെ നമുക്ക് വിൽപ്പന നടത്താം, സറണ്ടർ നടത്താം, സറണ്ടർ ചെയ്യാം. അങ്ങനെ സറണ്ടർ ചെയ്ത് കിട്ടുന്ന പണത്തെ സറണ്ടർ ലീവ് സാലറി എന്ന് പറയും. ലീവ് സാലറി, അവധി പണം എന്നാണ് പറയുക. നമുക്ക് ശമ്പളം കിട്ടുന്നതിലുപരിയായിട്ട് ഏൺ ലീവിന്റെ വിൽപ്പനയിലൂടെയും നമുക്ക് പണം കയ്യിലേക്ക് വരുത്താം. ഒരു പ്രത്യേകതയുള്ളത്, ഏൺ ലീവ് അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന തുക സാധാരണ ശമ്പളത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതിനേക്കാൾ വലുതായിരിക്കും. അതെന്തുകൊണ്ടാ? സാധാരണ ശമ്പളം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ലോകത്തുള്ള എല്ലാ പിടുത്തവും കഴിഞ്ഞ ശമ്പളമൊക്കെ അല്ലേ? അതിനകത്ത് നമ്മുടെ PF ഉണ്ടാകും, SLI ഉണ്ടാവും, GS ഉണ്ടാവും, LIC ഉണ്ടാവും, ഹൗസിംഗ് ലോൺ ഉണ്ടാവും, കാറിന്റെ ലോൺ ഉണ്ടാവും. അങ്ങനെ ലോകത്ത് കിട്ടാവുന്ന എല്ലാ പരാധീനതകളും നമ്മുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോകും. ചിട്ടി ഉണ്ടാവും, കുറി ഉണ്ടാവും, അങ്ങനെ 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 ഒരു ആൾക്ക് എന്തെല്ലാം ആഗ്രഹിക്കാമോ അതിൽ നിന്നെല്ലാം ഏതെല്ലാം തരത്തിൽ കടവും ഇടവും എല്ലാം എടുത്തിട്ട് ഇതെല്ലാം കൂടെ ശമ്പളത്തിലേക്ക് പിടിച്ചോളാൻ വേണ്ടി ഒരു സാലറി സർട്ടിഫിക്കറ്റ് ജാമ്യം കൊടുത്തിട്ടാണ് നമ്മളുടെ പലരുടെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലൊന്നും തെറ്റൊന്നുമില്ല, നമുക്ക് അങ്ങനെയൊക്കെ കഴിയുള്ളൂ. ഒരു ക്ലീൻ ഇതിൽ പോകുന്ന ഒരു ജീവനക്കാരനെ സംബന്ധിച്ചോളം അങ്ങനെ കഴിയുള്ളൂ. ഒരു പക്ഷെ ഒരുപാട് ബാധ്യതകൾ, കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ബാധ്യതകളെന്ന് പറയില്ല, അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത്തരം കാര്യങ്ങൾ വേണ്ടി വരും. വീട്ടിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു മാസം കിട്ടുന്ന ശമ്പളം എന്ന് വെച്ചാൽ ചിലപ്പോൾ തുലവും തുച്ഛമായിരിക്കും. ഒരു 50,000 60,000 രൂപ ഗ്രോസ് സാലറി ഉള്ള ഒരാളുടെ കയ്യിൽ കിട്ടുന്ന ചിലപ്പോൾ 20,000 25,000 രൂപയായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വർഷത്തിൽ നമുക്ക് ഒരു പിടുത്തവുമില്ലാണ്ട് ഒരു ശമ്പളം കിട്ടുക. ലീവ് സറണ്ടറിലൂടെ പൂർണ്ണമായ തുക. നമ്മൾ അപ്പോഴാണ് ഞെട്ടുക, ഇത്രയൊക്കെ എനിക്ക് ശമ്പളം ഉണ്ട് അല്ലേ എന്ന് അറിയുന്നത് അപ്പോഴാണ്. അങ്ങനെ ഓരോ വർഷവും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് ഒരു മാസത്തെ ശമ്പളം അധികമായിട്ട് കിട്ടും. എങ്ങനെ ഏൺ ലീവ് സറണ്ടർ ചെയ്യുന്നതോടെ 30 ദിവസം വരെ മാക്സിമം നമുക്ക് ഒരു വർഷം, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് സറണ്ടർ ചെയ്യാം. സറണ്ടർ ചെയ്ത് ക്യാഷ് കിട്ടും. അപ്പോൾ ഒരു ചോദ്യം, ഒരു വർഷത്തിൽ നമുക്ക് ഏൺ ലീവ് എത്ര ദിവസം വരെ സറണ്ടർ ചെയ്യാം? അക്കൗണ്ടിലുണ്ടെങ്കിൽ ഇത് പറ്റുള്ളൂ കേട്ടോ. അയൽവക്കക്കാരന്റെ അല്ലെങ്കിൽ സുഹൃത്തിന്റെ ഒന്നും കടമേടിക്കാനൊന്നും കഴിയും. ഇവിടെ കടമ ഏർപ്പാടില്ല. പുസ്തകത്തിലുള്ള നമ്മുടെ സർവീസ് ബുക്കിലുള്ള ഏൺ ലീവിന്റെ കണക്ക് എത്രയോ അതനുസരിച്ച് സറണ്ടർ ചെയ്ത് കിട്ടുള്ളൂ. അതനുസരിച്ചാണെങ്കിൽ കൂടി അതിനുള്ള നിബന്ധന ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30 കൂടുതൽ കിട്ടില്ല എന്നത്ര. ഒരു കലണ്ടർ ഇയർ വേണമെങ്കിൽ അങ്ങനെ ഒരു ഉടക്ക് ചോദ്യം, കുനിഷ്ട് ചോദ്യം ചോദിക്കാം വേണമെങ്കിൽ. അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ KSRന്റെ ഉത്ഭവം ഒന്നും ഇതുവരെ ഒന്നും എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ചോദിച്ചൊന്നും കേട്ടെ. KSR എപ്പോഴാണ് തുടങ്ങിയെന്നൊക്കെ. അങ്ങനെ OMR വന്നപ്പോഴാണ് തുടങ്ങുന്നത്. ആ ചോദ്യങ്ങളൊക്കെ വരുന്നെന്ന് തോന്നുന്നു. വളരെ അപൂർവങ്ങൾ ഇപ്പൊ ഇടക്കിടക്ക് ചോദിക്കുന്നുണ്ട്. എന്തോ നമ്മൾ KSR ഇങ്ങനെ ഓർമ്മിപ്പിക്കുക, KSRന്റെ അടിസ്ഥാനം എന്ത്, KSRന്റെ വോളിയങ്ങൾ തുടങ്ങിയപ്പോഴാന്നൊക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. കാരണം ഫസ്റ്റ് പേജ് മറിച്ചോടെ നമുക്ക് കാണാവുന്ന ഭാഗമാണ്. അങ്ങനെ എളുപ്പത്തിൽ നമുക്കൊരു മാർക്ക് കിട്ടാൻ ഏതായാലും ചോദ്യകർത്താവിനോ PSCക്കോ ഇത് ഡിപ്പാർട്ട്മെന്റിന്റെ ടെസ്റ്റ് നടന്ന ആർക്കും ഉദ്ദേശമില്ല. നമ്മളൊന്ന് വിഷമിപ്പിച്ച് കുറച്ച് മാർക്ക് കയറുക, അതിലൂടെ അങ്ങനെ വേണമല്ലോ. എല്ലാ ഭാഗവും കൃത്യമായിട്ട് നോക്കി പഠിച്ചു വേണം വരാൻ. നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ള അടിസ്ഥാനം തന്നെയാണ്. അങ്ങനെ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഏൺ ലീവ് നമുക്ക് സറണ്ടർ ചെയ്യാം. ഒരു ചോദ്യം ചോദിക്കുന്നു,
ഒരു വർഷം ഒരു ജീവനക്കാരന് എത്ര ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ കഴിയും? ഒരു വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് ഒരു കലണ്ടർ വർഷം. ഒരു കലണ്ടർ വർഷം ഒരാൾക്ക് എത്ര ഏൺ ലീവ് സറണ്ടർ ചെയ്യാം? ഒരു വർഷം എന്ന് പറയുന്നത് 2 ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗങ്ങൾ ചേരുന്നതാണ്. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനവും ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കവും. 1-1 തുടങ്ങി 31-3 തീർന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാന ഭാഗം 31-3. ജനുവരി 1 മുതൽ ഒരു കലണ്ടറിന്റെ ജനുവരി 1 മുതൽ 31-3 പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാന ഭാഗം. മറ്റൊരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കവുമാണ്. ഏതാ? 1-4 മുതൽ തുടങ്ങുന്ന ആ കലണ്ടറിലെ 1-4 ഏപ്രിൽ 1 എന്ന് തുടങ്ങുന്നത് വേറൊരു ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കമാണ്. അപ്പൊ 2 ഫിനാൻഷ്യൽ ഇയറിന്റെ ഭാഗമാണ് ഒരു കലണ്ടർ ഇയറിൽ വരുന്നത്. 2 പൂർണ്ണമല്ല, 2 ഫിനാൻഷ്യൽ ഇയറിന്റെ പൂർണ്ണമല്ല. ഒരു അവസാന ഭാഗവും ഒരു ആദ്യ ഭാഗവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ 30, 60, 70, 100 ലീവ് ഉണ്ടെന്നിരിക്കട്ടെ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ സറണ്ടർ ചെയ്യുന്നില്ല. ഒരു ഫിനാൻഷ്യൽ സറണ്ടർ ചെയ്യുന്നില്ല. ഒരു ഫിനാൻഷ്യൽ ആദ്യം സറണ്ടർ ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ എല്ലാവരും 1-4 കൊണ്ടിട്ട് ഒരു കടലാസ് എഴുതി കൊടുക്കും. അപ്ലിക്കേഷൻ ഫോർ ലീവ് എന്നുള്ള ഇതിൽ എഴുതി കൊടുക്കും. കൂട്ട എഴുത്താണ് ഏറ്റവും കൂടുതൽ. നമ്മുടെ ഓഫീസുകളിൽ 1-4 നല്ല ജോലിയായിരിക്കും. കാരണം അപ്ലിക്കേഷൻ കൊടുക്കുക, പണം എടുക്കുക, പല കാര്യങ്ങളുണ്ടാവും. 1-4 പല പ്രത്യേകതകളുണ്ട്. എന്താ 1-4 പ്രത്യേകത? ആഘോഷങ്ങളുടെ മാസം, സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്ന ദിവസം, പിന്നെ കരുതൽ, ഒരുപാട് വിവാഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസം, ഒരുപാട് പണത്തിന് ചെലവുള്ള ഒരു മാസമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാരന് എല്ലാ മാസവും ചെയ്യുന്നത് ആ ഒരു മാസത്തെയാണ്. കാരണം അവന് കിട്ടുന്ന ഒരു വലിയൊരു എമൗണ്ട് കൊണ്ട് പല കാര്യങ്ങളും, അവന്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, ദൂർത്തടിക്കാനൊന്നുമല്ല, എല്ലാ കാര്യങ്ങളും, സ്വന്തമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുവാൻ വേണ്ടി ഉണ്ടായ കടബാധ്യതകൾ പലതും തീർക്കുവാനോ, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ, കുട്ടികൾക്ക് ഉള്ള കാര്യങ്ങൾ നോക്കുവാനോ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നോക്കുവാനോ ഒക്കെയാണ് അത് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കലണ്ടർ ഇയറിൽ വേണമെങ്കിൽ അയാൾക്ക് 2 പ്രാവശ്യം സറണ്ടർ ചെയ്യാം. 31-3 സറണ്ടർ ചെയ്യാം, കയ്യിൽ 1-4 സറണ്ടർ. അങ്ങനെ 2 മാസം, 2 ദിവസം, 60 ദിവസം സറണ്ടർ ചെയ്യാം. അവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പ്രാവശ്യം മാത്രമേ സറണ്ടർ ചെയ്യാൻ ഞാൻ അനുവദിക്കുകയുള്ളൂ. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റില്ല. അത് എഫക്റ്റിൽ വന്നത് 1-3-2092 എഫക്റ്റിൽ വന്ന പേ റിവിഷൻ ഉത്തരവിന്റെ ഭാഗമായിട്ടാണ് അത് വരുന്നത്. അതുവരെ ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയറിന് ഒരു സറണ്ടർ ചെയ്യുന്നു. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 45 ദിവസം വരെ നമുക്ക് സറണ്ടർ ചെയ്യാമായിരുന്നു. എന്നാൽ 1-3-92 എഫക്റ്റിൽ വന്ന പേ റിവിഷന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം മാത്രം സറണ്ടർ ചെയ്യാൻ അനുവദിക്കുകയുള്ളൂ. അന്ന് 15 കുറച്ച് 15 ദിവസം, ഒരു മാസം, ഒരു ഫിനാൻഷ്യൽ ഇയർ 15 ദിവസം വരെ സറണ്ടർ ചെയ്യാം. ഒറ്റ പ്രാവശ്യം സറണ്ടർ ചെയ്യാൻ പോകും. 10 ദിവസം ഞാൻ സറണ്ടർ ചെയ്തു ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. ബാക്കി 20 ദിവസം ആ വർഷം ചെയ്യാന്ന് വെച്ചാൽ നടക്കില്ല. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരിക്കൽ മാത്രമേ സറണ്ടർ ചെയ്യാൻ അനുവദിക്കുള്ളൂ. മാക്സിമം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രെഡിറ്റിലുണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ 30 വരെ, ഇപ്പോൾ 30 വരെ സറണ്ടർ ചെയ്യാം. 30 ചെയ്തില്ലേ, ഞാൻ ഇപ്രാവശ്യം ആദ്യം ഒരു 10-15 ദിവസത്തിന്റെ ആവശ്യമുള്ളൂ, 15 ദിവസത്തെ പൈസ ആവശ്യമുള്ളൂ, 15 ദിവസം ചെയ്തു, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വെച്ചാൽ നടക്കില്ല. ഒരു ധനകാര്യ വർഷത്തിൽ മാക്സിമം എത്ര കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ 30-ൽ കൂടുതൽ സറണ്ടർ ചെയ്യാൻ അനുവദിക്കില്ല. ഇപ്പോൾ സാലറി ബില്ലിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് തന്നെ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ, 30-ൽ കൂടാണ്ട് ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ സറണ്ടർ ചെയ്തുള്ളൂ എന്നൊരു സർട്ടിഫിക്കറ്റ് തന്നെ പേസ്റ്റ് ചെയ്യാൻ എഴുതാനുണ്ട്. പണ്ട് മാനുവലായിരുന്നപ്പോൾ പ്രത്യേകം അത് ട്രഷറിക്കാർ ആദ്യം നോക്കുന്നതാ എത്ര പ്രാവശ്യം സറണ്ടർ, ഒരു സർട്ടിഫിക്കറ്റ് അവർക്ക് അത്യാവശ്യം. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരിക്കൽ മാത്രമേ സറണ്ടർ ചെയ്യാൻ അനുവദിക്കുള്ളൂ. അത് മാക്സിമം 30 days ആണ്. നേരത്തെ കഥ പറഞ്ഞു 45 ദിവസം 15 ഒക്കെ ആക്കി മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ സറണ്ടർ ചെയ്യുവാൻ വേണ്ടി ഏൺ ലീവ് നമുക്ക് ഉപയോഗിക്കാം. ലീവ് എടുക്കാൻ ഉപയോഗിക്കാം, സറണ്ടർ ചെയ്യാൻ ഉപയോഗിക്കാം. ഇനി നമ്മുടെ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഓരോ വർഷം വന്ന് ചേരുമെന്ന് പറഞ്ഞു. ആദ്യത്തെ വർഷം 17 വന്നു, 33 2/11, 33 3/11, അങ്ങനെ പല കണക്കിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് ഏൺ ലീവിന്റെ അക്കൗണ്ട് എന്ന് എഴുതുന്ന ഭാഗം
ഒരു സമയം എത്തുമ്പോൾ നിർത്തും. മാക്സിമം നമ്മുടെ അക്കൗണ്ടിൽ ഏൺ ലീവിന്റെ അക്കൗണ്ടിൽ വെച്ചിരിക്കാവുന്ന, കരുതി വെക്കാവുന്ന ഏൺ ലീവിന് ഒരു കണക്കുണ്ട്. അതിങ്ങനെ കലാകാലം എഴുതി സറണ്ടർ ചെയ്യാണ്ട് ഇങ്ങനെ സമ്പാദിച്ചു വെക്കാൻ കഴിയുന്നതല്ല. സമ്പാദ്യത്തിന് ഒരു 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 പരിമിതിയുണ്ട്. ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിൽ മാക്സിമം വെക്കാവുന്നത്, നിലനിർത്താവുന്നത് 300 300 ഡേയ്സ് ഏൺ ലീവ് മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് നിറഞ്ഞ് നിലനിർത്താൻ കഴിയുള്ളൂ. 300 നമ്മുടെ അക്കൗണ്ട് ഏൺ ലീവ് എപ്പോൾ വന്ന് നിറയുന്നോ പിന്നീട് ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ ഇല്ല. അതോട് ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ നിന്നു. പിന്നീട് ഈ 300 എന്നുള്ളതിന്റെ അളവ് എപ്പോഴാണ് കുറയുന്നത് അന്ന് മുതൽ മാത്രമേ പിന്നീട് ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ വരികയുള്ളൂ. അപ്പോൾ ഏൺ ലീവ് മാക്സിമം അറ്റ് എ ടൈം നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകാവുന്നത് 300 ഡേയ്സ് ആണ്. ചോദ്യമാണ്, ഉത്തരമാണ്. മാക്സിമം നമ്മുടെ അക്കൗണ്ടിൽ കരുതി വെക്കാവുന്ന ഏൺ ലീവിന്റെ എണ്ണം എത്രയാ? 300 ഡേയ്സ് ആണ്. 300 ഡേയ്സ് കഴിഞ്ഞാൽ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ കഴിഞ്ഞു. മാക്സിമവും പറഞ്ഞു, ഏൺ ലീവിന്റെ തുടക്കവും പറഞ്ഞു, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഏൺ ലീവിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നതും പറഞ്ഞു, ഏൺ ലീവ് സറണ്ടർ ചെയ്യാൻ ഉപയോഗിക്കാമെന്നും പറഞ്ഞു. ഇനി ഏൺ ലീവിന്റെ ഇടക്ക് വരുന്ന ഏൺ ലീവിന്റെ കാര്യങ്ങളിൽ എങ്ങനെയെല്ലാം ഏൺ ലീവ് വന്നു ചേരുന്നൊക്കെ പറഞ്ഞു. ഏൺ ലീവ് കണക്ക് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കാത്ത ദിവസങ്ങൾ നമുക്കുണ്ടാകാം. ഏൺ ലീവ് ഏൺ ചെയ്യപ്പെടാത്ത, ഏൺ ലീവ് അക്രൂ ചെയ്യപ്പെടാത്ത, നമ്മുടെ ക്രെഡിറ്റിലേക്ക് വരാൻ പറ്റാത്ത ദിവസങ്ങളുണ്ട്. ഉദാഹരണത്തിന് 365 ദിവസമുള്ള ഒരു വർഷം നമ്മൾ ഏൺ ലീവായിട്ട് മാറ്റുവാൻ ശ്രമിക്കുന്നു. 1/11 എന്ന് പറയുന്ന കണക്കിന് നമ്മളത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അഡ്മിസിബിൾ ആയിട്ടുള്ള ഏൺ ലീവിനെ കണ്ടുപിടിക്കാൻ നോക്കാം. ഏൺ ലീവിന്റെ കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നോൺ അക്രൂവൽ ഓഫ് ഏൺ ലീവ്. ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാത്ത ദിനങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്. ഇതൊക്കെയാണ് ആ ദിവസങ്ങൾ. ശ്രദ്ധിക്കുക. ഓൾ കൈൻഡ്സ് ഓഫ് ലീവ് എക്സെപ്റ്റ് CL, സ്പെഷ്യൽ കാഷ്വൽ ലീവ്, കോമ്പൻസേഷൻ ലീവ്. കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവ്, കോമ്പൻസേഷൻ ലീവുകൾ എന്നീ ദിവസങ്ങൾ ഒഴിച്ചുള്ള എല്ലാ ലീവുകളും, ഏത് ലീവ് എടുത്താലും അത്രയും ദിവസങ്ങളെ ഏൺ ലീവ് കണക്ക് കൂട്ടുവാൻ വേണ്ടി ദിവസങ്ങളിൽ ഉൾപ്പെടുത്തില്ല. കാഷ്വൽ ലീവോ സ്പെഷ്യൽ കാഷ്വൽ ലീവോ കോമ്പൻസേഷൻ ലീവോ എടുത്തു കഴിഞ്ഞാൽ ഏൺ ലീവിനെ ബാധിക്കില്ല. എന്നാൽ മറ്റ് ലീവുകൾ ഏതെടുത്താലും ഏൺ ലീവിനെ ബാധിക്കും. മറ്റ് ലീവുകൾ ഏതൊക്കെയാണ് പറഞ്ഞു? ഏതൊക്കെ ലീവുകൾ പറഞ്ഞത്? ഓർഡിനറി ലീവായ ഹാഫ് പേ ലീവ്, ഏൺ ലീവ്, ലീവ് വിത്തൗട്ട് അലവൻസ്, ഹാഫ് പേ ലീവിന്റെ വകഭേദങ്ങളായ കമ്മ്യൂട്ടർ ലീവ്, ലീവ് നോട്ട് ഡ്യൂ, സ്പെഷ്യൽ ലീവുകളായിട്ടുള്ള പലതരം, അതുപോലെ തന്നെ മെറ്റേണിറ്റി ലീവ്, ചൈൽഡ് അഡോപ്ഷൻ ലീവ്, അങ്ങനെയുള്ള ലീവുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ദിവസങ്ങളിൽ, ഒരു വർഷത്തിന്റെ ദിവസങ്ങളിൽ ഇത്തരം ലീവുകൾ എടുത്തു കഴിഞ്ഞാൽ ആ ലീവുകൾ എടുത്ത ദിവസങ്ങളെ ഏൺ ലീവ്, ആ ദിവസങ്ങളിൽ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. ഉദാഹരണത്തിന് 365 ദിവസമുള്ള ഒരു വർഷത്തിൽ 10 ദിവസം ഞാൻ ഹാഫ് പേ ലീവ് എടുക്കുന്നു. അതായത് പറഞ്ഞത് ഇങ്ങനെയാണ്: 365 ദിവസമുള്ള ഒരു വർഷത്തിൽ 10 ദിവസം ഞാൻ ഹാഫ് പേ ലീവ് എടുക്കുന്നു. അത് ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത് കാഷ്വൽ ലീവിന്റെ ഭാഗമല്ല, കോമ്പൻസേഷൻ ലീവല്ല, സ്പെഷ്യൽ കാഷ്വൽ ലീവല്ല, ഹാഫ് പേ ലീവാണ് എടുത്തത്. അപ്പോൾ 365 ദിവസത്തെ നമുക്ക് ഏൺ ലീവായിട്ട് കണക്ക് കൂട്ടാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മളിങ്ങനെ ഏൺ ലീവിന്റെ പേജ് മറിക്കും. പേജ് മറിച്ചിട്ട് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 1/4/2000 മുതൽ 31/3/2001 വരെ 365 ദിവസം 366 ദിവസം എഴുതി. പിന്നെ അതിന്റെ പുറകോട്ടുള്ള പേജുകൾ മറച്ചു വെക്കണം. പുറകോട്ടുള്ള പേജുകൾ എന്താ? ഹാഫ് പേ ലീവിന്റെയും ലീവ് വിത്തൗട്ട് അലവൻസിന്റെ പേജുകളാണ്. ഈ ദിവസങ്ങളിൽ, ഈ എഴുതി വെച്ച 365 ദിവസങ്ങളിൽ ഇത്തരം ലീവുകൾ ഏതെങ്കിലും എടുത്തോ എന്ന് നോക്കും. ഏതെല്ലാം ലീവാ? ഹാഫ് പേ ലീവ് എടുത്തൊന്നോ, ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്തൊന്നോ, അല്ലെങ്കിൽ ഏൺ ലീവായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കും. അത് നമ്മൾ കണക്കൂട്ടി ഒരു പേജിൽ കണക്കൂട്ടി വെക്കും.
എത്ര ദിവസങ്ങൾ ഇത്തരം ലീവുകൾ ഈ വർക്കിംഗ് ഡേയ്സ് 365 ദിവസങ്ങളിൽ ഇത്തരം ലീവുകൾ എത്ര എടുത്തു എന്ന് നോക്കും. ഇവിടെ ഞാൻ എടുത്തത് 365-ൽ 10 ദിവസം ഹാഫ് പേ ലീവ് എടുത്തു. അപ്പോൾ മറ്റുള്ള ലീവുകൾ കാഷ്വൽ ലീവോ സ്പെഷ്യൽ കാഷ്വൽ ലീവോ കോമ്പൻസേഷൻ ലീവോ അല്ലാത്ത ഏത് ലീവ് എടുത്താലും അത്തരം ദിവസങ്ങളിൽ ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ഏൺ ലീവ് കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഏൺ ലീവ് കണ്ടുപിടിക്കേണ്ടത് ഒരു വർഷത്തിൽ നിന്നാണ് എന്ന് വിചാരിക്കുക. 365 ദിവസമുള്ള ഒരു വർഷം, 365 ദിവസം എഴുതി വെച്ചു മാർജിനിൽ. എന്നിട്ട് നോക്കുന്നത് എന്താ, ആ 365 ദിവസത്തിൽ ഏതെങ്കിലും മറ്റുള്ള ലീവുകൾ ഓർഡിനറി ലീവോ കാഷ്വൽ ലീവോ സ്പെഷ്യൽ കാഷ്വൽ ലീവോ മറ്റേ കോമ്പൻസേഷൻ ലീവോ അല്ലാത്ത ഏതെങ്കിലും ലീവ് എടുത്തുകൊണ്ട് നോക്കും. അത് എത്ര ദിവസവും നോക്കും. ഇവിടെ ഞാൻ 10 ഹാഫ് പേ ലീവാണ് എടുത്തത്. 365 ദിവസമുണ്ട്. 365 ദിവസത്തിൽ ഇതിന്റെ താഴെ 10 എന്ന് എഴുതും. 10 എന്തിനാണ് എഴുതുന്നത്? ആ 10 ദിവസം ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരില്ല. ഏൺ ചെയ്യപ്പെടാത്ത ദിവസങ്ങളാണത്. അപ്പോൾ 365 മൈനസ് 10 355 ദിവസം. ഈ 355 ദിവസത്തിനാണ് പിന്നീട് നമ്മൾ ഏൺ ലീവായിട്ട് മാറ്റുക. ആക്ച്വലി അയാള് 365 ദിവസത്തെയായിരുന്നു ഏൺ ലീവ് 1/11 എന്ന പോർഷനിൽ കണക്കിൽ 365 ഡിവൈഡ് ബൈ 11 എന്നായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ഇദ്ദേഹം അല്ലെങ്കിൽ ഞാൻ 365 ദിവസത്തിൽ 10 ദിവസം ഹാഫ് പേ ലീവ് എടുത്തു. ആ 10 ദിവസത്തെ ഏൺ ലീവ് കണക്ക് കൂട്ടേണ്ട നമ്പർ ഓഫ് ഡേയ്സിൽ നിന്നും മൈനസ് ആക്കണം, മാറ്റി നിർത്തണം. ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട നമ്പർ ഓഫ് ഡേയ്സ് ഇവിടെ എത്രയായിരുന്നു? 365 ആണ്. 10 ദിവസം ഹാഫ് പേ ലീവ് എടുത്തുകൊണ്ട് അതിനെ ഒഴിവാക്കണം. ഒഴിവാക്കിയാൽ മാത്രമേ ഏൺ ലീവിന്റെ കാൽക്കുലേഷനിൽ വരാൻ കഴിയുള്ളൂ. 365 മൈനസ് 10 355. ഈ 355-നെയാണ് ഡിവൈഡഡ് ബൈ 11 വെച്ചാൽ കിട്ടുന്ന തുക എത്ര ദിവസങ്ങൾ, അതാണ് അയാളുടെ ആ വർഷത്തെ ഏൺ ലീവ്. അപ്പോൾ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ നടത്തുമ്പോൾ മറ്റുള്ള ലീവുകൾ എക്സെപ്റ്റ് CL സ്പെഷ്യൽ കാഷ്വൽ ലീവ്, കോമ്പൻസേഷൻ ലീവ്, ഇത്തരം ലീവുകൾ ഒഴിച്ചുള്ള ബാക്കി ദിവസങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ബാക്കി ലീവുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവുകളെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സിൽ നിന്നും മൈനസ് ചെയ്ത് കിട്ടുന്ന ദിവസങ്ങളെ മാത്രമേ നമുക്ക് ഏൺ ലീവായിട്ട് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ചുരുക്കം ഇതാണ്, ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാത്ത ദിവസങ്ങളാണ് ഓർഡിനറി ലീവുകളായ EL ഏൺ ലീവ്, ഹാഫ് പേ ലീവ്, ലീവ് വിത്തൗട്ട് അലവൻസ് എന്നീ തരം ലീവുകൾ നമ്മൾ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ദിവസങ്ങളിൽ ഉണ്ടെങ്കിൽ, ആ വർഷത്തിലുണ്ടെങ്കിൽ അത്തരം ദിവസങ്ങൾ ഒഴിവാക്കി ബാക്കിയുള്ള ദിവസങ്ങളെ മാത്രമേ നമുക്ക് ഏൺ ലീവായിട്ട് മാറ്റാൻ കഴിയുകയുള്ളൂ. ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരാത്ത മറ്റു ചില ഫീച്ചേഴ്സ്: ഡ്യൂറിങ് ഓവർസ്റ്റേൽ, ഡ്യൂറിങ് ഡയസ്നോ. ഓവർസ്റ്റേൽ പീരീഡിൽ, ഓവർസ്റ്റേൽ കാലയളവിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരില്ല. ഡയസ്നോണിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരില്ല. എന്താണ് ഓവർസ്റ്റേൽ, എന്താണ് ഡയസ്നോൺ? ഓവർസ്റ്റേൽ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. എന്താ ഓവർസ്റ്റേൽ? നേരത്തെ എല്ലാ പേജുകളൊന്നും കുറച്ചൊക്കെ ഓവർസ്റ്റേലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഓവർസ്റ്റേലിനെ പറ്റി പറഞ്ഞത്? ഇതാണ് ജോയിനിങ് ടൈമിൽ, അനുവദനീയമായ ജോയിൻ ടൈമിൽ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ആ ദിവസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഓവർസ്റ്റേൽ എന്ന് പറയുക. ഓവർസ്റ്റേലിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, റെഗുലറൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അന്ന് പറഞ്ഞിരുന്നു ഹാഫ് പേ ലീവോ ഏൺ ലീവോ ലീവ് വിത്തൗട്ട് അലവൻസോ ഉപയോഗിച്ചായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഏൺ ലീവ് എന്ത് ഹാഫ് പേ ലീവ് എന്തെന്ന് പറയുന്നു. ഇതൊക്കെ കണക്റ്റഡ് ആയി, ചെറിയ ചെറിയ കണക്ഷൻ ഇവർ തമ്മിലുണ്ട്. അപ്പോൾ ഓവർസ്റ്റേൽ പീരീഡിൽ നമ്മുടെ അക്കൗണ്ട് എത്ര ദിവസം ഓവർസ്റ്റേൽ നടത്തിയോ, കൂടുതലായിട്ട് ജോയിൻ ടൈം ചെയ്തോ, ജോയിൻ ടൈം എടുത്തോ, അത്രയും ആ ദിവസങ്ങളെ, കൂടുതലായിട്ട് ജോയിൻ ടൈം എടുത്ത ദിവസങ്ങളാണ് ഓവർസ്റ്റേൽ എന്ന് പറയുന്നത്. ഓവർസ്റ്റേൽ ആയിട്ടുള്ള പീരീഡ് ഏൺ ലീവ് ഏൺ ചെയ്യപ്പെടില്ല. അത്തരം ദിവസങ്ങളെ നമ്മുടെ ഇതിൽ നിന്നും ഒഴിവാക്കണം. ഡയസ്നോൺ, എന്താ ഡയസ്നോൺ? അതൊരു കരി നിയമമാണ്. ജീവനക്കാരൻ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ ചില പ്രത്യേക ഗവൺമെന്റുകൾ നമുക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു നിയമമാണ് ഡയസ്നോൺ എന്ന് പറയുന്നത്. നോ ഡ്യൂട്ടി നോ പേ എന്നാണ് അതിന്റെ അർത്ഥം. ജോലി ചെയ്തില്ല, പണമില്ല. ജോലി ചെയ്യാത്ത എന്തിനാ? പണിമുടക്കുന്നത്. പണിമുടക്കുന്ന എന്തിനാണ്? അവകാശങ്ങൾക്ക് വേണ്ടി. അവകാശങ്ങൾ എന്തിനു വേണ്ട? ജീവിതം സംരക്ഷിക്കാൻ, ജീവനക്കാരുടെ
കാര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി. അപ്പോൾ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ, സമരം പ്രഖ്യാപിക്കുമ്പോൾ അതിനെ നേരിടുവാൻ വേണ്ടി ചില ഗവൺമെന്റുകൾ, അങ്ങനെ തന്നെ പറയാം, ചില ഗവൺമെന്റുകൾ പ്രയോഗിക്കുന്ന, ജീവനക്കാർക്കെതിരെ പ്രയോഗിക്കുന്ന നിയമമാണ് ഡയസ് നോൺ എന്ന് പറയുന്നത്. ഡയസ് നോണിന്റെ അർത്ഥം ഇതാണ്: ജോലി ചെയ്തില്ലെങ്കിൽ ശമ്പളമില്ല. അപ്പോ അങ്ങനെയുള്ള ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം ദിവസങ്ങളും ഏൺ ലീവ് വരില്ല, അക്കൗണ്ടിലേക്ക് വരില്ല. അപ്പോൾ ഏൺ ലീവ് വരാത്ത അടുത്ത ദിവസം അതാണ്. മറ്റൊന്ന്, സസ്പെൻഷൻ പീരീഡ് നോട്ട് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. എന്താ സസ്പെൻഷൻ എന്ന് പറയുന്നത്? ജീവനക്കാരൻ അവന്റെ സർവീസിന്റെ ഇടയ്ക്ക് ചില നടപടികൾ നേരിടേണ്ടി വരും, ശരിയായിട്ടോ തെറ്റായിട്ടോ. സസ്പെൻഡ് ചെയ്യപ്പെടാം ജീവനക്കാരൻ. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് ചിലപ്പോൾ ദിവസങ്ങളോ മാസങ്ങളോ സസ്പെൻഡ് ചെയ്യപ്പെടാം. ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് 6 മാസത്തിനുള്ളിൽ അയാളുടെ നടപടിക്രമം, സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തോ അത് പൂർത്തീകരിക്കണമെന്നാണ്. ഈ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ അയാൾക്ക് റീ എൻട്രി ചെയ്യണം. അയാളുടെ സസ്പെൻഷൻ കാര്യങ്ങൾ, സസ്പെൻഡ് ചെയ്യപ്പെട്ട കാരണങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ, അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ജീവനക്കാരനെ തിരിച്ചെടുക്കണം എന്നാണ് വ്യവസ്ഥ. 6 മാസത്തിൽ കൂടുതൽ ഒരാളെ സസ്പെൻഡ് ചെയ്ത് നിർത്താൻ പാടില്ല. പല വിവാദങ്ങളും നമ്മുടെ ഔദ്യോഗിക തലത്തിൽ നിങ്ങൾ കേട്ടിരിക്കും. അയാളെ തിരിച്ചെടുത്തു, ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് ജീവനക്കാരനെ തിരിച്ചെടുത്തു. പത്രങ്ങളൊക്കെ വലിയ കൊട്ടിഘോഷിക്കും. പത്രങ്ങൾക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് ഇതിന്റെ ശരി തെറ്റോ നിയമങ്ങളെ പറ്റി ഒന്നും അറിയണ്ട, എന്തും എഴുതും. അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ട് പല കാലഘട്ടത്തിലും. ചില പ്രത്യേക ഗവൺമെന്റുകളുള്ളപ്പോൾ, ഇടതുപക്ഷ ഗവൺമെന്റുകളുള്ളപ്പോൾ ഇങ്ങനെയുള്ള നടപടിക്രമം ഫോർമാലിറ്റിയുടെ ഭാഗമാണ് ഉള്ളതായിട്ട് നടപടി എടുത്താൽ അത് വലിയ കാര്യമായി പോയി, സസ്പെൻഡ് ചെയ്ത ആളെ തിരിച്ചെടുത്തിരിക്കുക. അയാൾ എന്തെല്ലാം കുറ്റങ്ങളാണ് ചെയ്തത്? കുറ്റങ്ങൾ ചെയ്തു തെളിയിക്കപ്പെടാണ്ട് ആരും കുറ്റവാളികളാകുന്നില്ല. നിങ്ങളും ഞാനും എല്ലാം ആരോപിക്കപ്പെടാം, കുറ്റങ്ങൾക്ക് ആരോപിക്കപ്പെടാം. ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളെല്ലാം ശരിയായിരിക്കണമെന്നില്ല. നിയമത്തിന്റെ വശത്തിൽ, നിയമത്തിന്റെ മുഖത്ത് നിന്നുകൊണ്ട് അത് തെളിയിച്ചാൽ മാത്രമേ അയാൾ കുറ്റവാളിയാവുന്നു. അപ്പോഴേ അയാൾക്കെതിരെ കർശന നടപടി, മറ്റുള്ള നടപടികൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരാൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇയാളെ സസ്പെൻഷൻ അയാളെ തിരിച്ചെടുക്കണം. സസ്പെൻഷൻ കാരണമായ നടപടി, അതിനുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെ 6 മാസം ഒരാളെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളെ തിരിച്ചെടുക്കണമെങ്കിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്. ഇയാൾ സസ്പെൻഡ് ചെയ്യപ്പെടുവാൻ ഇടയായിട്ടുള്ള കാരണങ്ങൾക്ക് ഇയാൾക്ക് നോട്ടീസ് കൊടുക്കണം. അതിന് അയാളുടെ മറുപടി എഴുതി മേടിക്കണം. അതിനുശേഷം ഇയാൾക്ക് ചാർജ് മെമ്മോ കൊടുക്കണം. വിത്ത് അലിഗേഷൻ ഓഫ് ചാർജ് മെമ്മോയും കൊടുക്കണം. അതോടൊപ്പം തന്നെ ചാർജ് ഷീറ്റ് ചെയ്ത് ഇത് കൊടുത്ത് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ, ചാർജ് മെമ്മോ കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചിത പീരീഡിനുള്ളിൽ അയാൾക്ക് കൊടുത്ത ചാർജ് മെമ്മോയ്ക്ക് മറുപടി മേടിച്ചിട്ട് ആ മറുപടിയിൽ ഇയാൾ മറുപടി കേട്ടി തൃപ്തികരമാണെങ്കിലോ അല്ലെങ്കിലോ ഈ കേസ് അവസാനിപ്പിക്കണം അതിനകത്ത് പറഞ്ഞുകൊണ്ട്. അങ്ങനെ സസ്പെൻഷൻ പീരീഡ്, ഒരാളെ സസ്പെൻഡ് ചെയ്ത ഒരാളെ നടപടിക്രമത്തിന്റെ ഫലമായിട്ട് ചാർജ് മെമ്മോ കൊടുത്ത് മറുപടി കേട്ട് അതിന്റെ ശരി തെറ്റ് വശങ്ങൾ കേട്ടതിന് ശേഷം അതിൽ അന്തിമ ഉത്തരവ് 6 മാസത്തിനുള്ളിൽ എടുക്കണമെന്നാണ്. അങ്ങനെ 6 മാസത്തിനുള്ളിൽ 6 മാസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ, 6 മാസം 3 മാസമൊക്കെ ആയിക്കട്ടെ, ഒരാളെ സസ്പെൻഡ് ചെയ്തു. ആ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദിവസങ്ങളെയാണ് നമ്മൾ സസ്പെൻഷൻ പീരീഡ് എന്ന് പറയുന്നത്. അങ്ങനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ദിവസങ്ങളെ ഒരു അന്തിമ ഉത്തരവിന്റെ സസ്പെൻഷന് കാരണമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ട പേപ്പറുകൾ കൊടുത്തുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇയാളെ തിരിച്ചെടുക്കണം. വളരെ ഗ്രാവിറ്റിയുള്ള കേസുകൾ ഉണ്ടെങ്കിലാണ് ടെർമിനേഷൻ മറ്റൊക്കെ വരിക. അതിനും മാർഗങ്ങളുണ്ട്, തിരിച്ചു വരാനുള്ള പല മാർഗങ്ങൾക്കാണ്. തിരിച്ചു വരാനും പുറത്തു പോകാനുള്ള വളരെ അപൂർവമായിട്ട് ചില ആൾക്കാരെ ടെർമിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സൗകര്യം നമ്മുടെ നിയമത്തിന്റെ ഭാഗത്തുണ്ട്. സൗകര്യം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നിയമത്തിൽ പല പഴുതുകളും വെച്ചിട്ട് ചിലപ്പോൾ എത്ര ക്രിമിനലായാലും ഒരു പക്ഷെ തിരിച്ചു കയറാം. ക്രിമിനൽ കുറ്റം കാണിച്ച് ആരായാലും വെറുതെ വെക്കണമെന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. അങ്ങനെ തെറ്റുകൾ, സർവീസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ജനസേവനം നടത്തുക എന്നുള്ളത് തന്നെയാണ്. ഈ സേവനം നടത്തുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ശമ്പളത്തിലുപരിയായിട്ട് എന്തെങ്കിലും സമ്പാദിക്കാനോ വരുന്ന ജനത്തിന് നേരെ മെക്കിട്ട് കയറാനോ അങ്ങനെയുള്ള ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നതൊന്നും ശരിയല്ല. നമുക്ക് മാസ ശമ്പളം ഉറപ്പാണെന്ന് വെച്ചാൽ നമ്മുടെ സീറ്റിൽ ഇരുന്നുകൊണ്ട് എന്തും ചെയ്യാനുള്ളതല്ല നമ്മുടെ സീറ്റുകൾ, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങൾ. നമ്മളുടെ ഇരിപ്പിടങ്ങൾക്ക് സൗകര്യം ചെയ്തിരുന്നത് പൊതുജനങ്ങൾ തന്നെയാണ്. പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ സർവീസിന്റെ ഭാഗം. അത് തന്നെ ആയിരിക്കും വേണം.
അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ക്രിമിനൽ തല ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സർവീസ് പറഞ്ഞു വിടുക തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. നിയമത്തിന്റെ പരിരക്ഷ വെച്ച് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം. അങ്ങനെ രക്ഷപ്പെട്ട പലരും ഉണ്ട്. നമുക്കറിയാം, ഈ അടുത്തുണ്ടായ പല കേസുകളും അത് തന്നെ ഉദാഹരണങ്ങളാണ്. ഈ അടുത്തുള്ള നേരത്തെ ഉണ്ടായിരുന്ന പല കേസുകളും. കാരണം കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്നവൻ പിന്നെയും സർക്കാരിന്റെ പണം മോഷ്ടിക്കുവാനും ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുവാനൊക്കെ നോക്കുന്നവരെ എങ്ങനെയാ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്കൊരു നമ്മളുടേതായുള്ളൊരു രീതി നോക്കുമ്പോൾ നമുക്ക് തോന്നണ്ടേ, അങ്ങനെ തോന്നണ്ടേ? കിട്ടുന്ന ശമ്പളത്തിൽ ഉപരിയായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അത് നമ്മുടെ റൂളുകളിലെ ചില പോരായ്മകളോ അപാകതകളോ ഒക്കെയാണ് ചിലരൊക്കെ നിന്നുപോകാനുള്ള രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നത്. ആയിക്കോട്ടെ. അപ്പോൾ സസ്പെൻഷന്റെ ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ തിരിച്ചെടുക്കണം. അങ്ങനെ തിരിച്ചെടുക്കുമ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ട കാലാവധിയുണ്ട്. ആ കാല പരിധി ഓരോ ചിലപ്പോൾ ചില ദിവസങ്ങളുള്ളൂ. 5 ദിവസങ്ങളോ 10 ദിവസങ്ങളോ മാക്സിമം 6 മാസം. 6 മാസത്തിലും 6 മാസം കഴിഞ്ഞും സസ്പെൻഷൻ പീരീഡ് നീട്ടിക്കൊണ്ടുപോകാൻ കേട്ടോ. അതൊന്നും പറഞ്ഞിരുന്നില്ല. അതിനുള്ള മാർഗങ്ങളുണ്ട്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ സസ്പെൻഷൻ പീരീഡ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനൊക്കെ പല വകുപ്പുകളും ഉണ്ട്. നിയമങ്ങളിൽ 2 ഭാഗമുണ്ടല്ലോ, അനുകൂലവും പ്രതികൂലവുമായിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാളെ തിരിച്ചെടുക്കുന്നു. തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ പീരീഡ് ഉണ്ടാവും. പുറത്തുനിന്ന കാലമാണ്. സസ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ ഓഫീസില്ല, ഓഫീസിന് പുറത്താണ്, ഓഫീസ് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത വിലക്കാണ്. ജോലിക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടാണ് സസ്പെൻഡ് ചെയ്യുക. അങ്ങനെ സസ്പെൻഡ് ചെയ്ത കാലയളവ് റെഗുലറൈസ് ചെയ്യപ്പെടണം. സസ്പെൻഡ് ചെയ്ത ദിവസങ്ങൾ റെഗുലറൈസ് ചെയ്യണം. അങ്ങനെ സസ്പെൻഷൻ പീരീഡ് റെഗുലറൈസ് ചെയ്യുന്ന പല രീതിയിൽ റെഗുലറൈസ് ചെയ്യും. ഇപ്പോൾ ഒരു 3 മാസം സസ്പെൻഡ് ചെയ്ത ഒരാളുണ്ട്. ആ ദിവസം, ആ സസ്പെൻഷൻ പീരീഡ് എന്ന് പറയുന്ന ദിവസം റെഗുലറൈസ് ചെയ്യുന്ന പല രീതിയിലാകാം. ഇയാൾക്ക് കടലാസ് ഞാൻ ചാർജ് നോട്ടീസ് കൊടുത്തു, മറുപടി കേട്ടു, തൃപ്തികരമല്ല, ചാർജ് മെമ്മോ കൊടുത്തു. അയാളെ ചാർജ് മെമ്മോ കേട്ടതിന് ശേഷം ചിലപ്പോൾ നേരിൽ കേൾക്കണം, വിചാരണ നടത്താം. അങ്ങനെ ഇതൊക്കെ ശേഷം എൻക്വയറി റിപ്പോർട്ട്, സ്പെഷ്യൽ ഓഫീസറെ വെച്ച് എൻക്വയറി നടത്തിയിട്ട് എൻക്വയറി റിപ്പോർട്ട്, അങ്ങനെ പല ഡിസിപ്ലിനറി പ്രൊസീജിയർ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടതിന് ശേഷം അന്തിമ വിധി വരുന്നു. ഇയാളെ തിരിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇയാൾ അന്തിമ ഉത്തരവ് ഇറക്കണം. അന്തിമ ഉത്തരവില് ഇയാളുടെ സസ്പെൻഷൻ ആധാരമായ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയുകയാണെങ്കിൽ വെറുതെ വിടാം. തെളിഞ്ഞിട്ടില്ല, അയാളെ വെറുതെ വിട്ടു. ചിലപ്പോൾ ഇയാൾ കുറ്റം ചെയ്തു എന്ന് ഇയാൾക്ക് കൊടുത്ത നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ കാലയളവ് വെറുതെ വിട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നു. വെറുതെ വിടുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ തീരുന്നില്ല, പൂർത്തീകരിക്കണം. ഒരാളെ വെറുതെ വിടും, സസ്പെൻഷൻ കാലയളവ് കഴിഞ്ഞ് വെറുതെ വിടും. അപ്പൊ അതിനകത്ത് വെറുതെ വിടുന്ന ഉത്തരവിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം ഇയാളുടെ ഈ സസ്പെൻഷൻ പീരീഡ് എന്താക്കി മാറ്റി എന്ന് പറയണം. വെറുതെ ഇരിക്കുകയല്ലേ, ഒരു ജോലിയും ചെയ്യാത്തൊരവസ്ഥയാണ്. സസ്പെൻഡ് ചെയ്യപ്പെട്ട ദിവസങ്ങൾ, നാളുകൾ, 1 മാസം, 3 മാസം, 6 മാസം കഴിക്കട്ടെ, ഒരു 3 മാസം സസ്പെൻഡ് ചെയ്യപ്പെട്ട ആ 3 മാസത്തെ ആ സസ്പെൻഷൻ പീരീഡ് ഇയാളെ എന്തായിട്ട് മാറ്റിയെന്ന് നമ്മൾ ആ അന്തിമ ഉത്തരവിൽ പറയണം. ആ അന്തിമ ഉത്തരവിൽ പറയുമ്പോൾ സസ്പെൻഷൻ പീരീഡ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്, അങ്ങനെ പറയുന്നു. സസ്പെൻഷൻ പീരീഡ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ് എന്ന് വെച്ചാൽ ഇയാളുടെ എല്ലാ കാര്യങ്ങൾക്കും സസ്പെൻഷൻ കാലയളവായ 3 മാസം, ഇവിടെ 3 മാസം എല്ലാ കാര്യങ്ങൾക്കും ഡ്യൂട്ടി ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് ആ കാലയളവിൽ കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും കൊടുക്കണം. അയാളുടെ ശമ്പളത്തിൽ ഇൻക്രിമെന്റ് കൊടുക്കാൻ കഴിയില്ല, സസ്പെൻഷൻ കാലയളവിൽ ഇൻക്രിമെന്റ് കൊടുക്കാൻ കഴിയില്ല. ആകെ കൊടുക്കാവുന്ന DA വർധനവ് വന്നാൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇൻക്രിമെന്റ് കൊടുക്കാൻ പറ്റില്ല, പ്രൊമോഷൻ ഉണ്ടെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ ഉണ്ടാകാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ്, സസ്പെൻഷൻ പീരീഡ് ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ എല്ലാ രീതിയിലും ജോലി ചെയ്തിരുന്നതായിട്ട് കരുതിക്കൊണ്ട് ഈ കാര്യങ്ങൾ സസ്പെൻഷൻ പീരീഡ് ട്രീറ്റ് ചെയ്യുന്നു എന്ന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഇയാൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ആ 3 മാസം എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇവിടെ പറഞ്ഞ 3 മാസങ്ങൾ എല്ലാത്തിനും, അയാളുടെ പ്രൊമോഷൻ ആകട്ടെ, ടോട്ടൽ സർവീസ് ഇയറിനാകട്ടെ, ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ ആകട്ടെ, അങ്ങനെ എല്ലാം സർവീസിൽ കിട്ടുന്ന എല്ലാ ആളുകൾക്കും അത് ആ ദിവസങ്ങൾ ഡ്യൂട്ടി ആയിട്ട് പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഏൺ ലീവ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടുള്ളൂ. മറ്റുള്ള രീതിയിലും സസ്പെൻഷൻ പീരീഡ് ഇത് ചെയ്യാം. അത് ഒരു അറിവിലേക്ക് പറയാം. സസ്പെൻഷൻ ചെയ്യപ്പെട്ട ഒരാളെ തിരിച്ചെടുക്കുമ്പോൾ അത് അന്തിമ ഉത്തരവിൽ പറയണമെന്നാണ്. പല രീതിയിൽ അവസാനിപ്പിക്കാം. ഒന്ന്, വെറുതെ വിടാം, ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ് ആക്കി.
ചിലപ്പോൾ ഈ വെറുതെ വിട്ടുകൊണ്ട് ആ സസ്പെൻഷൻ കാലയളവ് ലീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറയും. ലീവായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇയാളുടെ അക്കൗണ്ടിലുള്ള ലീവ് കൊടുക്കേണ്ട ലീവ് കാസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ലീവായിട്ട് ഡ്യൂട്ടി ഫോർ ഓൾ പർപ്പസ് പറയാം, ചിലപ്പോൾ ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി എന്ന് പറയാം, ട്രീറ്റഡ് ആസ് ലീവ് എന്ന് പറയാം. അങ്ങനെ ലീവ് കൊടുത്തുകൊണ്ട് ഇയാളുടെ അക്കൗണ്ടിലുള്ള ലീവ് കൊടുത്തുകൊണ്ടത് ആ പീരീഡ് റെഗുലറൈസ് ചെയ്യും. ചിലപ്പോൾ പറയും ഇയാളെ ഈ കാരണം ഇതിനൊക്കെ സസ്പെൻഷന് കാരണമായ കാര്യങ്ങൾക്ക് ഇയാൾ ഉത്തരവാദിയാണ് എങ്കിലും ലീനിയന്റ് വ്യൂ ഉണ്ടോ എടുത്തുകൊണ്ട് ഇയാളെ താക്കീത് ചെയ്തു വെറുതെ വിടുന്നു. താക്കീത് ചെയ്ത് വേണമെങ്കിൽ താക്കീത് ചെയ്ത് അതൊരു പണിഷ്മെന്റിന്റെ ഒരു ഭാഗമാണ്. താക്കീത് ചെയ്യാം. ചിലപ്പോൾ കുറച്ചും കൂടെ കഠിനമായുള്ള കാര്യങ്ങളൊക്കെ എടുക്കും. ആ കഠിനമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇടയായ കുറ്റങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇയാളുടെ ഭാവിയിലുള്ള ഇൻക്രിമെന്റുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് ഉത്തരവാദിത്വം പല രീതിയിൽ തടയാം. ഇൻക്രിമെന്റ് തടയാനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ക്യുമുലേറ്റീവ് എഫക്റ്റിലോ വിതൗട്ട് ക്യുമുലേറ്റീവ് എഫക്റ്റിലോ, അതായത് സ്ഥിരമായിട്ടും ടെമ്പററി ആയിട്ടും ഇയാളുടെ ഇൻക്രിമെന്റ് ബാർ ചെയ്യാം. ഇൻക്രിമെന്റ് ബാറിങ്ങിനെ പറ്റി പിന്നീട് പറയാം. അങ്ങനെ ശിക്ഷ കൊടുക്കാം. അതല്ലെങ്കിൽ ഇയാളെ ടെർമിനേറ്റ് ചെയ്യാൻ ഉത്തരവിടാം. പല മുന്നോട്ട് മുകളിലോട്ട് ഇയാൾക്ക് അപ്പീൽ പോകാം. മുകളിലോട്ട് അപ്പീൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഫസ്റ്റ് ഞാൻ ആദ്യത്തെ സസ്പെൻഷന്റെ പീരീഡ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാന്ന് പറയുന്നത്. അങ്ങനെ അവസാനിപ്പിക്കണം. ഓരോ സസ്പെൻഷന്റെയും അവസാന ഉത്തരവിലൂടെ അവസാനിപ്പിക്കണം എന്നാണ്. അങ്ങനെ ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാത്ത കാലയളവിലുള്ള സസ്പെൻഷൻ പീരീഡ് ഒരാൾക്ക് അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരില്ല. പിന്നെ ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരാത്തത് 300 ഏൺ ലീവ് ഒരാളുടെ അക്കൗണ്ടിൽ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം മുതൽ അക്കൗണ്ടിലേക്ക് ഏൺ ലീവ് വരില്ല. ഏൺ ലീവ് 300 നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് ഏൺ ലീവ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാത്തത് മെറ്റേണിറ്റി ലീവില്ല. മെറ്റേണിറ്റി ലീവ് എല്ലാ കാര്യങ്ങൾക്കും ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇൻക്രിമെന്റ് തരുന്നതിനും എല്ലാം മെറ്റേണിറ്റി ലീവ് അംഗീകരിക്കും. എന്നാൽ മെറ്റേണിറ്റി ലീവ് പീരീഡിൽ ഏൺ ലീവ് ഏൺ ചെയ്യപ്പെടില്ല. അത്രയും ദിവസങ്ങളെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട നമ്പർ ഓഫ് ഡേയ്സിൽ നിന്നും ഒഴിവാക്കണം. 365 ദിവസമുള്ള ഒരു വർഷത്തിലെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ദിവസങ്ങൾ എടുക്കുമ്പോൾ ആ 365 ദിവസത്തിൽ നിന്നും എത്ര ദിവസം മെറ്റേണിറ്റി ലീവ് എടുത്ത് അത്രയും ദിവസം കുറച്ച് ബാക്കിയുള്ള ദിവസങ്ങളെ മാത്രമേ ഏൺ ലീവായിട്ട് മാറ്റാൻ കഴിയുള്ളൂ. അപ്പോൾ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ്? ഓർഡിനറി ലീവുകൾ എടുത്തു കഴിഞ്ഞാൽ, പിന്നെ ഓവർ സ്റ്റേൽ, ഡയസ്റ്റോൺ എന്നിവ എടുത്തു കഴിഞ്ഞാൽ, സസ്പെൻഷൻ പീരീഡ് ഡ്യൂട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ, 300 ദിവസം ഒരാളുടെ അക്കൗണ്ടിൽ ഏൺ ലീവ് വന്നു നിറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഒരാൾ മെറ്റേണിറ്റി ലീവിലിരുന്നാൽ, ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സിൽ ഇത്തരം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത്രയും ദിവസങ്ങൾ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. ഇനി വെക്കേഷനുള്ള ജീവനക്കാർ, വെക്കേഷൻ നോൺ വെക്കേഷൻ നമുക്കറിയാം. വെക്കേഷൻ ജീവനക്കാരൊക്കെയാണ് അധ്യാപകരും കോടതി ജീവനക്കാരൊക്കെയാണ്. വെക്കേഷനുള്ള ജീവനക്കാരാണ്. വെക്കേഷനുള്ള ജീവനക്കാരുടെ ഏൺ ലീവ് എങ്ങനെ കണക്ക് കൂട്ടാം? വെക്കേഷനുള്ള ജീവനക്കാർക്ക് ഏൺ ലീവ് ഉണ്ടോ? അതായത് വെക്കേഷനുള്ള ജീവനക്കാര് ഇപ്പോൾ ഒരു സ്കൂളിലെ HM, വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് HM എന്ന് പറയുന്നത് അദ്ദേഹം എല്ലാ ദിവസവും വരേണ്ടതാണോ? സ്കൂളിൽ വരണം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏൺ ലീവിന് അർഹനാണ്. എന്നാൽ ഫസ്റ്റ് ഇയർ ഓഫ് ഒഫീഷ്യേറ്റിംഗ് ഡ്യൂട്ടിയിലുള്ളവർക്ക്, വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ള ഫസ്റ്റ് ഇയർ ഒഫീഷ്യേറ്റിംഗ് ഡ്യൂട്ടിയിലുള്ളവർക്ക് ഫസ്റ്റ് ഇയറിൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കില്ല. പിന്നീട് ഫുൾ വെക്കേഷൻ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ, ഫുൾ വെക്കേഷൻ എന്ന് വെച്ചാൽ വെക്കേഷൻ പീരീഡ് നിങ്ങൾക്കറിയാം 1-4 മുതൽ 31-5 വരെയാണ്. ഏപ്രിൽ മുതൽ മാർച്ച് 31 സ്കൂൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം സ്ഥിരമായിട്ടൊരു കണക്കെന്ന് പറയാം. മാർച്ച് 31 സ്കൂൾ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-4 മുതൽ 31-5 വരെ വെക്കേഷൻ പീരീഡാണ്. അങ്ങനെ അത്രയും ദിവസങ്ങൾ, 61 ദിവസങ്ങൾ വെക്കേഷൻ ആയിട്ട് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ പീരീഡും
ഏൺ ലീവ് വരില്ല. വെക്കേഷൻ ഡ്യൂട്ടിയിലിരിക്കുന്നവർക്ക് വെക്കേഷൻ പീരീഡിൽ ഏൺ ലീവ് ഒഫീഷ്യേറ്റിംഗ് സർവീസ് ആണെങ്കിൽ വരില്ല. പിന്നീട് വെക്കേഷൻ പീരീഡ് ഫുള്ളായിട്ട് അവൈൽ ചെയ്താലും ഏൺ ലീവ് അവരുടെ അക്കൗണ്ടിലേക്ക് വരില്ല. വെക്കേഷനിലുള്ള ജീവനക്കാർക്ക് ഏൺ ലീവ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്? അവർക്കും ഏൺ ലീവിനുള്ള സാധ്യതയുണ്ട്. അതെപ്പോഴാണ്? വെക്കേഷൻ പീരീഡിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സെൻസസ് പോലുള്ള, അതുപോലെ തന്നെ വാല്യുവേഷൻ പോലുള്ള ഡ്യൂട്ടി അവർ ചെയ്യുന്നുവെങ്കിൽ ആ ദിവസങ്ങളെ ഏൺ ലീവായിട്ട് ഒരു പ്രത്യേക ഫോർമുലയുടെ അടിസ്ഥാനത്തിൽ ഏൺ ലീവായിട്ട് മാറ്റാം. ആ ഫോർമുല ഇതാണ്. വെക്കേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പ്രത്യേക ഫോർമുലയിലാണ്, പ്രത്യേക രീതിയിലാണ്, ഒരു പ്രത്യേക കണക്കുകൂട്ടലാണ്. ആ ഫോർമുല ഇതാണ്: N/V into 30. N divided by V into 30. എന്താണ് N, എന്താണ് V, എന്താണ് 30? ഈ സീക്വൻസിൽ ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് വെക്കേഷനിലുള്ള ജീവനക്കാരുടെ ഏൺ ലീവ് നിർണയിക്കപ്പെടുന്നത്, എഴുതപ്പെടുന്നത്, കണ്ടുപിടിക്കുന്നത്. എന്താണ് N/V into 30? അതിനകത്ത് ഓരോ ഭാഗങ്ങളാണ്. N എന്ന് പറയുന്നത് വെക്കേഷൻ പീരീഡിൽ 1-4 മുതൽ 31-5 വരെയുള്ള വെക്കേഷൻ പീരീഡിൽ ഏതെങ്കിലും ഡ്യൂട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അത് സെൻസസ് ആകട്ടെ ഗവൺമെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡ്യൂട്ടി ഡേയ്സിനെ ഏൺ ലീവായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ ഇത് ഉപയോഗിച്ചിട്ടാണ്. N/V into 30. N എന്ന് പറയുന്നത് അപ്പോൾ വെക്കേഷൻ പീരീഡിൽ എന്തെങ്കിലും ഡ്യൂട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, വെക്കേഷൻ പീരീഡിൽ ചെയ്യുന്ന ഡ്യൂട്ടിയുടെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് N. V എന്ന് പറയുന്നത് ടോട്ടൽ വെക്കേഷൻ ഡേയ്സ്. 1-4 മുതൽ 31-5 വരെ വരുന്ന 61 ദിവസങ്ങളെയാണ് നമ്മൾ വെക്കേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വെക്കേഷൻ പീരീഡിൽ ജോലി ചെയ്യുന്ന ദിവസങ്ങളെ വെക്കേഷൻ ഡേയ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 30 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ, 30 എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടർ വെച്ചാൽ ഒരു മാസത്തെ 30 എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏൺ ലീവിന്റെ കണക്കിൽ നോക്കുക. ഈ 30 എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏൺ ലീവിന്റെ ലീവ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആവറേജ് പേ ആണ് എടുക്കുക. ഈ ആവറേജ് പേ എടുക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 30 ആണ്. 31 ദിവസമുള്ള ഒരു മാസമാണ് നമ്മൾ സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രോസ് സാലറി ഡിവൈഡഡ് ബൈ 30 into 30 എന്നുള്ള രീതിയിലാണ് നമുക്ക് അയാളുടെ ഏൺ ലീവ് സാലറി തീരുമാനിക്കുന്നത്. എന്നാൽ 31 ദിവസമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഗ്രോസ് സാലറി ആയ ഒരു 60,000 രൂപ ഗ്രോസ് സാലറി ഉള്ള ഒരാളുടെ ഏൺ ലീവ് സറണ്ടർ എത്ര രൂപയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഗ്രോസ് സാലറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേയ്സ്, ആ മാസത്തിന്റെ നമ്പർ ഓഫ് ഡേയ്സ് ഡിവൈഡഡ് ബൈ 31 ആണെന്നോ 30 എന്നോ 28 എന്നോ ഉപയോഗിക്കില്ല. ഒറ്റ ഫാക്ടറുകൾ അല്ല, കോമൺ ഫാക്ടർ. അതായത് ഏത് മാസത്തിൽ സറണ്ടർ ചെയ്താലും ഇയാളുടെ ആ മാസത്തെ 30 ആയിട്ടാണ് കാണുക. പണ്ടല്ല അതിൻ്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു 45 ദിവസമൊക്കെ സറണ്ടർ ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഫെബ്രുവരിയിലാണ് സറണ്ടർ ചെയ്യുക. ഫെബ്രുവരിയിൽ സറണ്ടർ ചെയ്യുമ്പോൾ എന്താ, ഒരു ഗ്രോസ് സാലറിയെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ഗുണം കിട്ടാറുണ്ട്, ഒരു കുറച്ച് കൂടുതൽ പൈസ. അതായത് ഒരു 10,000-12,000 മാക്സിമം സാലറി. ഈ 12,000 ഡിവൈഡഡ് ബൈ 28 എന്നതും 12,000 ഡിവൈഡഡ് ബൈ 30 എന്ന് പറയുന്നതും ഇൻറ്റു നമ്പർ ഓഫ് ഡേ. ഇപ്പൊ 45 ദിവസം സറണ്ടർ ചെയ്യുന്നു. 30 ദിവസം സറണ്ടർ ചെയ്യാൻ ഇപ്പൊ പറ്റുള്ളൂ. പണ്ട് 45 ദിവസം സറണ്ടർ ചെയ്യുന്നു. അതിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്: ഗ്രോസ് സാലറി ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡേ. ഏത് മാസമാണ് സറണ്ടർ ചെയ്യുന്നത് ആ മാസത്തിന്റെ ദിവസങ്ങൾ കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇൻറ്റു എത്ര ദിവസമാണ് നിങ്ങൾ സറണ്ടർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ സറണ്ടർ ലീവ് സാലറി കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇതാണ് നമ്മൾ ഏത് മാസമാണോ സറണ്ടർ ചെയ്യുന്നത് ആ മാസത്തെ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ എടുക്കുന്നു. ആ ഒരു മാസം നമ്മുടെ ഗ്രോസ് സാലറി എത്തിയതോട്ട്. ഇപ്പൊ 12,000 നമ്മുടെ ഗ്രോസ് സാലറി. 31 ദിവസം കൊണ്ട് ഒരു മാസം നമ്മൾ സറണ്ടർ ചെയ്യുന്ന മാസം. അപ്പൊ 12,000 ഡിവൈഡ് ചെയ്യുമ്പോൾ 31 പറയുന്നത് 31 കിട്ടി, ഇൻറ്റു എത്ര ദിവസം നമ്മൾ സറണ്ടർ. ഞാൻ പറഞ്ഞു വന്ന് 45 ദിവസം വരെ സറണ്ടർ ചെയ്യാം. അപ്പോൾ ഇൻറ്റു 45. അതാണ് അയാളുടെ സറണ്ടർ ലീവ് സാലറി. ചിലപ്പോൾ നമ്മുടെ ഓഫീസിലൊക്കെ വരുന്ന ഓഫീസിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടാകും. അത്യാവശ്യം ചിലപ്പോൾ മരുന്ന് മേടിക്കലാകാം,
ചിലപ്പോൾ ഒരു കല്യാണത്തിന് ഓഫീസിൽ വരുമ്പോഴാണ് നമ്മൾ കല്യാണത്തിന് ആഘോഷങ്ങൾക്ക് പങ്കെടുക്കുക. അപ്പോ അങ്ങനെ വരുന്ന സമയം ഇപ്പോഴല്ല കേട്ടോ, പണ്ട് മുതലേ അത് തുടങ്ങിയതാ. ഇപ്പോഴുള്ള ആശയമൊന്നുമില്ല. പല ആശയങ്ങളും നമ്മുടെ ലീവിനെ പറ്റിയും അതുപോലെ തന്നെ DAയുടെ പ്രഖ്യാപനത്തെ പറ്റി DAയിലൊക്കെ വലിയ ആശയങ്ങളൊക്കെ ഒരു കളി തമാശ രൂപേണ പറയാറുണ്ട്. DA കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരാണ് എന്നുള്ളത്. മാഷന്മാരെ പറ്റി കളിയോ വെറുതെ മാഷന്മാർക്ക് മാത്രമല്ല ജീവനക്കാർക്കും ഉണ്ടായിരുന്ന ആശയം. അത് ആ കഥ, അങ്ങനെ ഒരു കഥയുണ്ട്. ഏതാ, മാഷന്മാരെപ്പോഴും DAയുടെ കണക്ക് കൂട്ടന്റെ ആശാന്മാരാണ്. എന്ത് വിചാരിച്ചാലും കണക്ക് അവര് ഇതാണ്. മാഷന്മാരെ പറ്റിയൊന്നുമല്ല ആക്ഷേപം, അത് ജീവനക്കാരെ പറ്റിയുണ്ട്. അത് പറയുന്നത് പണ്ട് 2 മാഷന്മാര് നടന്നു പോകുമ്പോൾ കിണറ്റിൽ വീണു. അവര് കിണറ്റിൽ വീണിട്ട് ഏറ്റവും ആഴമുള്ള കിണറ്റിന്റെ ഉള്ളിലും വീണിനെ പറ്റിയതെന്ന് ചിന്ത DAയുടെ കണക്കൂട്ടലിനെ പറ്റിയത് അവർ അവിടെ നിന്നും അതായിരുന്നു എന്നല്ല. കഥ തെറ്റാ. കഥയുടെ ഒരു ഭാഗം മാറ്റിയിട്ടാണ് പറയുന്നത്. കഥ 4 പേരാണ് യാത്ര ചെയ്തത്. 4 പേര് യാത്ര ചെയ്തിട്ട് നടക്കുന്ന വഴിക്ക് കിണറ്റിൽ വീണു. ഇവര് കിണറ്റിൽ വീണു എന്ന് അറിഞ്ഞില്ല. 4 പേരാണ് യാത്ര ചെയ്ത്, 4 സുഹൃത്തുക്കളാണ്. കിണറ്റിൽ വീണു. പാതിരാത്രി ആയപ്പോഴാണ് കിണറ്റിൽ നിന്ന് ഒച്ച കേട്ടത്. ആൾക്കാർ അറിയുന്നപ്പോഴാണ് കിണറ്റിൽ നിന്ന് ഒച്ച കേട്ടിട്ട് ചെന്നപ്പോൾ 4 പേരുണ്ട് അതിനകത്ത്. വലിച്ചു കയറ്റിയപ്പോഴത്തേക്കും 4 പേര് എടുത്തു കയറ്റിയപ്പോൾ 2 അധ്യാപകരും 2 ജീവനക്കാരുമായിരുന്നു. അധ്യാപകർ DA പറ്റി കണക്കൂട്ടുമ്പോൾ ജീവനക്കാർ കണക്കൂട്ടിക്കൊണ്ടിരുന്നത് ലീവിനെ പറ്റിയാണ്. ആക്ഷേപം വന്നിട്ട് മാഷന്മാർക്ക് മാത്രം. അപ്പൊ ആക്ഷേപങ്ങൾ മാഷന്മാർ മാത്രം കേൾക്കല്ല, ഞാൻ മാഷെന്ന് എങ്കിൽ കൂടിയും ഒരു ന്യായം പറയേണ്ടി എന്തിനും. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സറണ്ടർ ലീവിന്റെ കണക്ക് കൂട്ടുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറയുന്നത് ഒരു മാസത്തിന്റെ കണക്കിലാണ്. ആവറേജ് പേ എടുത്തിട്ടാണ് സറണ്ടർ ലീവിലേക്ക് പോവുക. സറണ്ടർ ലീവിന്റെ ലീവ് സാലറി കണ്ടുപിടിക്കാൻ ഇപ്പോ ഈ കോമൺ ഫാക്ടർ ആയിട്ടാണ് ഒരു മാസത്തിന് 30, ഏത് മാസം സറണ്ടർ ചെയ്താലും ഇപ്പോൾ 30 എന്നുള്ളതാണ് കാണുക. അപ്പോൾ ഗ്രോസ് സാലറി ഡിവൈഡഡ് ബൈ 30 എന്ന് വെച്ചാൽ 30 ദിവസം ഇൻറ്റു 30 ഡേയ്സ് ആണ് നമ്മൾ സറണ്ടർ ചെയ്തത്. 15 ദിവസം സറണ്ടർ ചെയ്ത് ആവറേജ് ടോട്ടൽ ഗ്രോസ് സാലറി ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 15 ദിവസം ഇൻറ്റു 15 കിട്ടുള്ളൂ. ഇപ്പോൾ 45 ദിവസം ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സമയത്ത് എന്ന് വെച്ചാൽ ഏത് മാസം ആണോ സറണ്ടർ ചെയ്തത് ആ മാസത്തെ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് ഗ്രോസ് സാലറി ഡിവൈഡ് ചെയ്ത് എത്ര ദിവസം നമ്മൾ സറണ്ടർ ചെയ്യുന്നു അതുകൊണ്ട് ഗുണിച്ചിട്ടാണ് ആ ലീവ് സാലറി കണക്ക് കൂട്ടുക. അത് ഞാൻ പറഞ്ഞത് 92-ന് മുമ്പ് മിക്കവാറും എല്ലാ ജീവനക്കാരും അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസത്തിലാണ് സറണ്ടർ ചെയ്യുക. എന്തുകൊണ്ടാ? ഗ്രോസ് സാലറിയെ 22 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ പൈസ കിട്ടും. ഇൻറ്റു 45 കഴിഞ്ഞാൽ നമുക്ക് എമ്പാടുമായി പൈസ കൂടുതൽ കിട്ടും ഫെബ്രുവരിയിൽ സറണ്ടർ ചെയ്താൽ. അതിൽ ആവറേജ് പേ കിട്ടുമ്പോഴത്തേക്കും ആവറേജ് പേയെ ആക്കുവാൻ വേണ്ടി ഗ്രോസ് സാലറിയെ നമ്പർ ഓഫ് മാസത്തെ ദിവസങ്ങൾ കൊണ്ട് ഹരിക്കുക ചെയ്യുക. അങ്ങനെ കിട്ടുന്ന തുകയാണ് കണ്ടുപിടിക്കുക. അങ്ങനെയാണ് ആ ആനുകൂല്യമാണ് നമ്മൾ സറണ്ടർ ലീവ് ആനുകൂല്യത്തെ കണ്ടുപിടിക്കുക. അങ്ങനെ ആയിരുന്നു പണ്ട് ചെയ്ത്. ഇപ്പോൾ 30 ആക്കിയപ്പോൾ 30 ഒരു വർഷത്തിൽ മാക്സിമം ഒരു ഫിനാൻഷ്യൽ മാക്സിമം 30 ഡേയ്സ് സറണ്ടർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ മാസം എന്നുള്ളതിന്റെ ദിവസത്തെ കണക്കുന്നത് കോമൺ ആയിട്ട് 30 ആക്കി മാറ്റി. അതാണ് ഇവിടുത്തെ 30. N/V × 30 എന്ന് പറയുന്നത് 30 എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മാസത്തിന്റെ കണക്കാണ്. ഒരു 10 ദിവസം ഒരു വെക്കേഷനിൽ ഒരു ജോലി ചെയ്ത ജീവനക്കാർ, ഒരു അധ്യാപകൻ, അയാളുടെ ഏൺ ലീവ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? 10 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഡേയ്സ് ഓഫ് വെക്കേഷൻ, V എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 ദിവസം, N എന്ന് പറയുന്നത് 10 ദിവസം അയാൾ വെക്കേഷനിൽ ജോലി ചെയ്ത ദിവസങ്ങൾ, ഡിവൈഡഡ് ബൈ V വെക്കേഷൻ ഡേയ്സ്. വെക്കേഷൻ ഡേയ്സ് വെച്ചാൽ 61 ആണ്. 30 ഏപ്രിൽ 30 മെയ്യിൽ 30, അങ്ങനെ 61 ദിവസം. 10 ഡിവൈഡഡ് ബൈ 61 ഇൻറ്റു കോമൺ ഫാക്ടറായ 30. അതാണ് N/V × 30 എന്ന കണക്കിലാണ് വെക്കേഷനിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് വെക്കേഷൻ ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഏൺ ലീവിന് അർഹതയുള്ളൂ. അങ്ങനെ ഏൺ ലീവ് വരുമ്പോൾ ഏൺ ലീവ് അവരെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. N/V × 30 എന്ന ആ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അവരെ ഏൺ ലീവ് കാൽക്കുലേഷൻ. ഇനി മറ്റൊരു രീതി ഉണ്ടാകാം. വെക്കേഷനിലെ ജീവനക്കാര് നോൺ വെക്കേഷനിലേക്ക് മാറ്റപ്പെടാം, ട്രാൻസ്ഫർ ചെയ്യപ്പെടാം. ഒരു ഹൈസ്കൂൾ അസിസ്റ്റന്റ് പ്രൊമോഷനായിട്ട് HM ആവുന്നു. ഒരു ഹൈസ്കൂൾ അസിസ്റ്റന്റ് പ്രൊമോഷനായിട്ട് HM ആവും. അപ്പോൾ HM എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ടൈമാണ്. അദ്ദേഹത്തിന് ലീവ് ദിവസങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ വെക്കേഷൻ എന്ന് പറയുന്നത് HM-നെ സംബന്ധിച്ചോളം ഇല്ല. അങ്ങനെ ഒരു HSA HM ആയിട്ട് മാറുമ്പോൾ അയാള് വെക്കേഷനിൽ നിന്നും നോൺ വെക്കേഷനിലേക്ക് മാറി എന്നർത്ഥം. വെക്കേഷനിലായിരുന്നുകൊണ്ട് HSAക്ക് EL കാൽക്കുലേഷൻ ഇല്ലായിരുന്നു. എന്നാൽ അദ്ദേഹം HM ആയപ്പോൾ അയാൾക്ക് ഏൺ ലീവിന് അർഹത വന്നു.
അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇവര് ഏൺ ലീവ് കണക്കൂട്ടപ്പെടുന്നത്? ശ്രദ്ധിക്കേണ്ടത് ഇത്രയാണ്. ഒരു ആൾ വെക്കേഷൻസ് നിന്ന് നോൺ വെക്കേഷനിൽ മാറ്റപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയുമാണ്. ഒരു HSA ആണ് പ്രൊമോഷൻ ആയിട്ട് HM ആയത്. 1/4/2000 ഒരു HSA പ്രൊമോഷൻ ആയിട്ട് HM ആവും. 1/4/2000. 1/4 എന്ന് പറഞ്ഞാൽ എന്താ? എന്തിന്റെ തുടക്കമാണ്? ഒരു വെക്കേഷന്റെ തുടക്കമാണ് 1/4. ആ വെക്കേഷന്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? 31/5 ആണ്. അപ്പൊ 1/4/2000 ഒരു HSA HM ആയി. ആ വെക്കേഷന്റെ അവസാനം 31/5 ആണ്. 1/4/2000 ഒരു HM ആയെങ്കിൽ നമ്മൾ ഉടനെ നോക്കണം. അയാളുടെ ലീവ്, അദ്ദേഹത്തിന്റെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ നോക്കേണ്ടത് കുറച്ച് പുറകോട്ട് പോകണം. ഈ 1/4/2000 വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സ്കൂൾ പീരീഡ്, സ്കൂൾ വർഷം, അധ്യയന വർഷം എന്ന് തുടങ്ങിയെന്ന് നോക്കണം. 1/4/2000 വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പുള്ള സ്കൂൾ വർഷം എപ്പോഴാണ് തുടങ്ങിയത്? 1/6/99 ആണ് അല്ലെ? 1/6/99 മുതൽ 31/3/2000 വരെയാണ് അതിന് തൊട്ടു മുമ്പുള്ള സ്കൂൾ വർഷം. 1/6/99 മുതൽ 31/3/2000 വരെയാണ് ആ സ്കൂൾ വർഷം. ഇദ്ദേഹം പ്രൊമോഷൻ ആയത് 1/4/2000 ഇദ്ദേഹം വെക്കേഷനിൽ നിന്നും നോൺ വെക്കേഷനിൽ മാറ്റപ്പെട്ടു. ഇദ്ദേഹത്തിന് ഏൺ ലീവിന് അർഹനായി വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇയാളുടെ 1/4 പ്രൊമോഷൻ ആയതുകൊണ്ട് തൊട്ടു മുമ്പുള്ള ഇയാളുടെ ഈ വെക്കേഷൻ തുടങ്ങുവാൻ ഇടയായ മുന്നിലുള്ള പുറകോട്ടുള്ള സ്കൂൾ വർഷം ഏതെന്ന് നോക്കണം. 1/4 വെക്കേഷൻ തുടങ്ങുവാനുള്ള സ്കൂൾ വർഷം എന്ന് പറയാം 1/4/2000 സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്കൂൾ വർഷം തുടങ്ങുന്നത് 1/6/99 ആണ്. 1/6/99 തുടങ്ങുന്ന സ്കൂൾ വർഷം അവസാനിക്കുന്നത് 31/3/2000 ഇയാൾക്ക് 1/6/99 മുതൽ 1/11 എന്ന തോതിൽ ഏൺ ലീവിന് അർഹനാണ്. ക്ലിയർ ആയോ? 1/4/2000 ഒരു വെക്കേഷന് പീരീഡ് തുടങ്ങുക 1/4/2000 മുതൽ 31/5 വരെയാണ് ആ വെക്കേഷൻ പീരീഡ്. പ്രൊമോഷൻ ആകുന്നത് 1/4 HM ആകുന്നത്. 1/4 പ്രൊമോഷൻ 1/4/2000 പ്രൊമോഷൻ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് ഏൺ ലീവിന് അർഹത തൊട്ടു മുമ്പുള്ള സ്കൂൾ വർഷം തുടങ്ങിയത് മുതലാണ്. തൊട്ടു മുമ്പുള്ള സ്കൂൾ വർഷം തുടങ്ങുന്നത് 1/6/99 ആണ്. 1/6/99 മുതൽ അദ്ദേഹത്തിന് 1/11 എന്ന തോതിൽ ഏൺ ലീവിന് അർഹതയുണ്ട്. അവിടെ ഏൺ ലീവ് 1/6/99 മുതൽ നമ്പർ ഓഫ് ഡേയ്സ് അനുസരിച്ച് കണക്ക് കൂട്ടി വരും. അവിടെ 1/22 ഇല്ല. അവിടെ n/b × 100 n/b × 30 ഇല്ല. ഇവിടെ 1/4 പ്രൊമോഷൻ ആയതുകൊണ്ട് 1/4 പ്രൊമോഷൻ ആയാൽ അയാള് ആ 1/4 വെക്കേഷന് ആധാരമായ സ്കൂൾ വർഷം തൊട്ടു മുമ്പുള്ള സ്കൂൾ വർഷം ഏതെന്ന് നോക്കണം. ആ സ്കൂൾ വർഷം ആരംഭിക്കുന്ന ദിവസം മുതൽ അദ്ദേഹത്തിന് 1/11 എന്ന രീതിയിലുള്ള ഏൺ ലീവിന് അർഹതയാവുന്നു. അതിന്റെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് 1/6/99 മുതൽ നമ്പർ ഓഫ് ഡേയ്സ് എടുത്തിട്ട് ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. രണ്ടാമത്തെ രീതി, രണ്ടാമതൊരു വിഭാഗം. ഒരു പക്ഷേ അയാളുടെ പ്രൊമോഷൻ 2/4 ആയെന്നിരിക്കട്ടെ. 2/4/2000 1/4/2000 തൊട്ടടുത്ത് ഒരു ദിവസം കഴിഞ്ഞു. അതായത് വെക്കേഷൻ തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പ്രൊമോഷൻ ആകുന്നത്, HM ആകുന്നത്. 2/4/2000 ഇദ്ദേഹം പ്രൊമോഷൻ ആകുന്നതെങ്കിൽ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ മാറി. എങ്ങനെയാണ് ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ മാറുന്നത്? 1/4 വരെ 2/4 പ്രൊമോഷൻ, ഇയാളുടെ പ്രൊമോഷനായി വെക്കേഷനിൽ നിന്നും നോൺ വെക്കേഷനിലേക്ക് മാറുന്നെങ്കിൽ ബാക്കി നിൽക്കുന്ന ആ വർഷത്തെ വെക്കേഷൻ പീരീഡ് എത്ര? 2/4 മുതൽ 31/5 വരെ 60 ദിവസമാണ് വെക്കേഷൻ ഉള്ളത്. ആ ദിവസങ്ങളെ നേരത്തെ കണ്ട രീതിയിലുള്ള ഏൺ ലീവിന്റെ വെക്കേഷൻ പീരീഡിൽ ഇതിലുള്ള ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് അർഹമായ രീതിയിലുള്ള ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. അതായത് പ്രൊമോഷൻ ആയത് 2/4 ആയതുകൊണ്ട് 2/4 മുതൽ 31/5 വരെയുള്ള ദിവസങ്ങളെ n/v × 30 എന്നുള്ള കണക്കിൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യും ആദ്യം.
വെക്കേഷൻ തുടങ്ങിയതിനു ശേഷമാണ് പ്രൊമോഷൻ ആകുന്നതുകൊണ്ട് എങ്കിൽ വെക്കേഷൻ പീരീഡിൽ ബാക്കിയുള്ള ദിവസങ്ങൾ എത്രയുണ്ടോ അത്രയും ദിവസങ്ങളെ n/v/30 എന്നുള്ള തോതിൽ ലീവ് ആക്കി മാറ്റും. ഇപ്പോൾ 2-ാം തീയതി പ്രൊമോഷൻ ആയതുകൊണ്ട് 2-4 പ്രൊമോഷൻ ആയതുകൊണ്ട് വെക്കേഷൻ പീരീഡ് ബാക്കിയുള്ളത് 60 ദിവസങ്ങളാണ്. അപ്പോൾ 60 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 30 എന്നുള്ള തോതിൽ അയാളുടെ ഏൺ ലീവ് പോസ്റ്റ് ചെയ്യപ്പെടും. 1/4/2000 മുതൽ 31/5/2000 വരെ n/v/30 എന്നുള്ള രീതിയിലും 1/6/2000 മുതൽ 1/11 എന്നുള്ള തോതിലും അയാളുടെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടോ? 1/4/2000 പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ അയാളുടെ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. തൊട്ട് പുറകോട്ടുള്ള സ്കൂൾ ഡേയ്സ് തുടങ്ങുന്നത് എന്ന് നോക്കണം. 1 മുതൽ 1/11 ആക്കുന്നതാ. പ്രൊമോഷൻ 1-ാം തീയതി കഴിഞ്ഞ് ഏത് ദിവസമായിട്ട് 2-ാം തീയതി ആയിപ്പോയി. 2-ാം തീയതിയാണ് പ്രൊമോഷൻ എങ്കിൽ സാധാരണഗതിയിൽ ഇവരുടെയൊക്കെ പ്രൊമോഷൻ അച്ഛന്മാർക്ക് ആകുന്നത് ഇങ്ങനെയുള്ള ദിവസങ്ങളായിരിക്കും. റിട്ടയർമെന്റ് 31/3 ആയതുകൊണ്ട് പ്രൊമോഷൻ 1-നോ 2-നോ ഒക്കെ ആകാം. 1-നോ 2-നോ 3-നോ ഒക്കെ ഇതിനനുസരിച്ച് ആകുക. അത് കഴിഞ്ഞാൽ പിന്നീടുള്ള വേറെ ഇടയ്ക്കുള്ള പ്രൊമോഷൻ ഒന്നും ഉണ്ടാകാറില്ല. കാരണം സ്കൂളിൽ ഒരു HM വേണം. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രൊമോഷൻ വരുമ്പോൾ ഇവരുടെ കാൽക്കുലേഷൻ അധ്യാപകരുടെ വെക്കേഷൻ അധ്യാപകന്മാർക്ക് വെക്കേഷനിൽ നിന്ന് നോൺ വെക്കേഷനിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഏൺ ലീവിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ്. 1/4 പ്രൊമോഷൻ എങ്കിൽ തൊട്ടു മുമ്പുള്ള വെക്കേഷൻ സ്കൂൾ ഡേയ്സ് തുടങ്ങുന്ന അന്ന് മുതൽ 1/11 ആർക്കതാണ്. 2-ാം തീയതി പോലുള്ളതാണ് പ്രൊമോഷൻ എങ്കിൽ അയാളുടെ ശേഷിക്കുന്ന വെക്കേഷൻ പീരീഡിനെ n/v/30 എന്നുള്ള തോതിലും അടുത്ത സ്കൂൾ വർഷം അടുത്ത വെക്കേഷൻ കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടി അവേഴ്സ് തുടങ്ങുന്ന ദിവസം മുതൽ 1/11 അർഹതയാണ്. ഇവിടുത്തെ കണക്കിൽ 2/4 പ്രൊമോഷൻ. 2/4 മുതൽ 31/5 വരെ n/v/30 എന്നുള്ള തോതിലും 1/6 മുതൽ 1/6/2000 മുതൽ 1/11 എന്ന തോതിലും ഏൺ ലീവ് അയാളുടെ അക്കൗണ്ടിലേക്ക് വരും. നോൺ വെക്കേഷൻ സ്റ്റാഫിന്റെ കാര്യത്തിൽ അതായി. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. നമ്മുടെ സർവീസിലേക്ക് വരുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ സർവീസിൽ വരുന്ന ജീവനക്കാരുണ്ട്. അവർക്കും ഏൺ ലീവിന് അർഹതയുണ്ട്. എംപ്ലോയ്മെന്റ് സർവീസിലൂടെ 179 ദിവസവും 180 ദിവസത്തേക്ക് നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഓഫീസിലുണ്ടാകും വേക്കൻസിക്ക് അനുസരിച്ച് എംപ്ലോയ്മെന്റിലൂടെ പോസ്റ്റ് ചെയ്യുന്ന ചില കുറച്ച് പേരുണ്ടാകും. പല ഓഫീസിലുണ്ടാകും വേക്കൻസി പെട്ടെന്ന് PSL ലിസ്റ്റിലാണ്ട് ഫില്ലാകാതെ നിൽക്കുമ്പോൾ എംപ്ലോയ്മെന്റിലൂടെ എക്സ്ചേഞ്ചിലൂടെ നമ്മുടെ ഓഫീസിലെ വേക്കൻസി നികത്തപ്പെടാം. അങ്ങനെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ ജോലിക്ക് നിയോഗിക്കപ്പെടുന്ന ജീവനക്കാരനും ഏൺ ലീവിന് അർഹതയാണ്. തൽക്കാലം ജീവനക്കാരൻ 6 മാസം കഴിഞ്ഞാൽ പോകണം. അല്ലെങ്കിൽ 179 ദിവസമോ 150 ദിവസമോ അല്ലെങ്കിൽ ഈ പോസ്റ്റിലേക്ക് പുതിയ PSC അപ്പോയിന്റ്മെന്റ് വരുന്നത് ഏതുവരെയോ അതുവരെയാണ് അയാൾക്ക് തുടരാൻ കഴിയുക. അങ്ങനെ തുടരുന്ന ദിവസങ്ങളിൽ ഇയാൾക്ക് സറണ്ടർ ലീവ് ആനുകൂല്യം ലഭ്യമാണ്. അതിങ്ങനെയാണ്. അവരുടെ കാൽക്കുലേഷൻ 1/11 ആണ്. മാക്സിമം ലിമിറ്റഡ് ടു 15 ഡേയ്സ്. ഒരു 179 ദിവസം ജോലി ചെയ്യുന്ന ജീവനക്കാരൻ 179 ഡിവൈഡ് ബൈ 11 എത്രയോ അതായിരിക്കും. അത് 15 ദിവസത്തിൽ നിജപ്പെടുത്തും. 15 ദിവസത്തെ സറണ്ടർ ലീവിന് അയാൾക്ക് അർഹതയുണ്ട്. അയാളുടെ ഈ 179 ദിവസം കഴിയുന്ന മുറയ്ക്ക് അയാളുടെ ലീവ് അപ്ലിക്കേഷൻ വേണ്ട, വർത്തമാനമെല്ലാം എഴുതി കൊടുക്കേണ്ട. അയാൾക്ക് ആ ലീവിന്റെ സറണ്ടറിന്റെ 15 ദിവസത്തെ സറണ്ടർ ലീവ് ആനുകൂല്യം അയാൾക്ക് കൊടുക്കണം. 179 ദിവസത്തേക്കോ 150 ദിവസത്തേക്കോ സർവീസിൽ വരുന്ന ഒരു ജീവനക്കാരൻ ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് പുതിയ ആൾ വരുമ്പോൾ അദ്ദേഹത്തെ റിലീവ് ചെയ്യും, നമ്മൾ അവിടുന്ന് വിടുതൽ ചെയ്യും. അങ്ങനെ വിടുതൽ ചെയ്യുമ്പോൾ എത്ര ദിവസം അയാൾ ഡ്യൂട്ടി ചെയ്തോ ആ ദിവസത്തെ 11 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്ന നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണോ 170 ഇപ്പോൾ അയാൾ 50 ദിവസം ഒരാൾ ജോലി ചെയ്തു. 50 ദിവസം ജോലി ചെയ്തപ്പോൾ പുതിയ PSC വന്നുകൊണ്ട് അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ഈ 50 ദിവസത്തേക്ക് ആനുപാതികമായ ഏൺ ലീവ് അയാൾക്ക് സറണ്ടർ ചെയ്യാൻ അനുവാദമുണ്ട്. അപ്പോൾ 50 ദിവസം 50 ഡിവൈഡഡ് ബൈ 11 എന്ന തോതിൽ എത്ര ദിവസം കിട്ടും അത്രയും ദിവസത്തേക്കും അയാൾക്ക് ഏൺ ലീവ് സാലറി കൊടുക്കണം. ശമ്പളത്തിന് പുറമെയായിട്ട് കൊടുക്കേണ്ട ആനുകൂല്യമാണ്. അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ വരുന്ന ജീവനക്കാർക്ക് മാക്സിമം 15 എന്നുള്ള തോതിൽ അവരുടെ നമ്പർ ഓഫ് ഡേയ്സ് നോക്കിയിട്ട് ഏൺ ലീവ് കൊടുക്കാം. മാക്സിമം 15 ദിവസത്തിൽ കൊടുക്കില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലൂടെ. പിന്നെ മറ്റൊരു വിഭാഗം ജീവനക്കാരുണ്ട്, കോൺട്രാക്ട് ജീവനക്കാരെ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നമ്മുടെ സർവീസിലേക്ക് എടുക്കാറുണ്ട്.
അങ്ങനെ കോൺട്രാക്ട് വിഭാഗം ജീവനക്കാർക്ക് 1 വർഷം 15 ഏൺ ലീവിന് അർഹതയുണ്ട്. കോൺട്രാക്ട് ജീവനക്കാർക്ക് 1 വർഷം, 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ 5 വർഷത്തേക്കൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കോൺട്രാക്ട് ജീവനക്കാരൻ. അങ്ങനെ 1 വർഷം മുതൽ 5 വർഷത്തേക്ക് വരെയൊക്കെ ജോലി ചെയ്യുന്ന പോസ്റ്റ് ചെയ്യപ്പെടുന്ന കോൺട്രാക്ട് ജീവനക്കാർക്ക് 1 വർഷം 15 എന്ന തോതിൽ അയാൾക്ക് ഏൺ ലീവിന് അർഹതയുണ്ട്. അത് സറണ്ടർ ലീവ് ആനുകൂല്യമായിട്ട് കൊടുക്കാം. ഒരു കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. ഇയാൾ 5 വർഷം കഴിഞ്ഞ് 6ാം വർഷത്തേക്ക് കടന്നു തുടരുന്നുവെങ്കിൽ 1 വർഷം മുതൽ 5 വർഷം വരെ 1 വർഷം 15 എന്ന തോതിൽ ഏൺ ലീവിന് അർഹതയുണ്ട്, സറണ്ടർ ചെയ്യാം. എന്നാൽ 5 വർഷം കഴിഞ്ഞ് ആ കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞ് പിന്നെയും തുടരുന്നെങ്കിൽ 6ാമത്തെ വർഷം മുതൽ അയാൾക്ക് 1/11 എന്ന തോതിൽ അക്കൗണ്ടിൽ വരുന്ന ഏൺ ലീവ് അയാൾക്ക് സറണ്ടർ ചെയ്യാവുന്നതാണ്. കോൺട്രാക്ട് ജീവനക്കാർക്ക് 1 വർഷം മുതൽ 5 വർഷം വരെ 1 വർഷം 15 എന്ന തോതിൽ ഏൺ ലീവ് അക്കൗണ്ടിലേക്ക് വരും. എന്നാൽ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെയും സർവീസ് കാലം നീട്ടിക്കൊടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് 1/11 എന്ന തോതിൽ ശേഷിക്കുന്ന മുന്നോട്ടുള്ള അരിയറില്ല, ശേഷിക്കുന്ന വർഷങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്ന 5 വർഷം കഴിഞ്ഞുള്ള വർഷങ്ങളിലേക്ക് 1/11 എന്ന തോതിൽ അയാൾക്ക് ഏൺ ലീവിന് അർഹതയുണ്ട്. മറ്റൊരു വിഭാഗം ജീവനക്കാരൻ നമ്മുടെ ഇടയിലുള്ള പാർട്ട് ടൈം ജീവനക്കാർ. പാർട്ട് ടൈം സ്വീപ്പേഴ്സ് എന്ന് പറയുന്ന ജീവനക്കാർക്ക് ഏൺ ലീവിന് അർഹതയുണ്ട്. അവരുടെ ഡ്യൂട്ടി അവേഴ്സ് നമ്മളെക്കാളൊക്കെ കുറവാണ്, മറ്റുള്ള ജീവനക്കാരെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഉള്ള ഏൺ ലീവിന്റെ കണക്കുകൂട്ടലിലും കുറവുണ്ട്. ഏൺ ലീവ് അവർക്ക് കണക്കുകൂട്ടുന്നത് 1/22 നമ്മുടെ സാധാരണ ഒഫീഷ്യറ്റിംഗ് സർവീസിൽ ജീവനക്കാർക്ക് ഉണ്ടാകുന്ന കണക്കുകൂട്ടൽ പോലെ 1/22 എന്നുള്ള തോതിലായിരിക്കും പാർട്ട് ടൈം സ്വീപ്പേഴ്സിന്റെ ഏൺ ലീവ് കണക്കുകൂട്ടുക. അവിടെയും ഒരു പ്രശ്നം, ഒരു ഇതുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പാർട്ട് ടൈം സ്വീപ്പേഴ്സിന്റെ കാര്യത്തിൽ ഏൺ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/22 ആണെങ്കിലും ലിമിറ്റഡ് ടു 15 എന്നതിൽ അത് നിജപ്പെടുത്തുന്നു. നേരത്തെ നമ്മൾ സാധാരണ 1/22 എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 16, 17 ആയിട്ട് റൗണ്ട് ചെയ്യാം. പക്ഷെ ഇവിടെ അതില്ല. പാർട്ട് ടൈം സ്വീപ്പേഴ്സിന്റെ കാര്യത്തിൽ 1/22 ആണ് അവരുടെ ഏൺ ലീവ് കാൽക്കുലേഷൻ. പക്ഷേ ലിമിറ്റഡ് ടു 15, 1 വർഷം 15 കൂടുതൽ അവർക്ക് എഴുതപ്പെടുകയില്ല, അവരുടെ അക്കൗണ്ടിലേക്ക് വരില്ല. അങ്ങനെ വരുന്ന ഏൺ ലീവ് പാർട്ട് ടൈം സ്വീപ്പേഴ്സിന്റെ കാര്യത്തിൽ സറണ്ടർ ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെ 1 വർഷം 15 എന്ന തോതിൽ അക്കൗണ്ടിലേക്ക് വരുന്ന ഏൺ ലീവ് മാക്സിമം കരുതി വെക്കാവുന്നത് 120 ഡേയ്സ് ആണ്. 120 ദിവസം വരെ ഏൺ ലീവ് പാർട്ട് ടൈം സ്വീപ്പേഴ്സിന് ഒരേ സമയം കരുതി വെക്കാം. മറ്റുള്ള സാധാരണ ജീവനക്കാരുടെ കാര്യത്തിൽ 300 ലീവ് വരെയാണ് ഒരേ സമയം കരുതി വെക്കാവുന്നതെങ്കിൽ പാർട്ട് ടൈം സ്വീപ്പേഴ്സിന്റെ കാര്യത്തിൽ 120 ദിവസം വരെയാണ് ഏൺ ലീവ് കരുതി വെക്കുക. ഇതാണ് ഏൺ ലീവിന്റെ ഏകദേശം ഒരു കണക്ക്.